ഹലോ എവരി വൺ. നമ്മൾ ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് റിപ്പീറ്റഡ് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൽ ഏതൊക്കെ 2-3 വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന്. നമുക്ക് 3 രീതിയിലാണ് വരുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിട്ടാണ് വരുന്നത്. പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസാണുള്ളത്. പാർട്ട് ബിയിൽ 10 ക്വസ്റ്റ്യനും പാർട്ട് സിയിൽ 14 ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് എയിൽ പോകാം. പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് മീൻഡ് ബൈ മെഗാലിത്തിക് മോണുമെൻറ്റ്. മെഗാലിത്തിക് മോണുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ലാർജ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ബിൽഡ് ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ് യൂഷ്വലി ഫോർ ബറിയൽ ഓർ റിലീജിയസ് പർപ്പസ്. ലാർജ് സ്റ്റോൺ, വലിയ കല്ലുകളുടെ പ്രീ ഹിസ്റ്ററി, ഒരു കല്ല് വെച്ചിട്ട് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മോണുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു മെമ്മോറിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് മെഗാലിത്തിക് മോണുമെൻറ്റ്, അല്ലെങ്കിൽ ആ മോണുമെൻറ്റിൻ്റെ പേരാണ് മെഗാലിത്തിക് മോണുമെൻറ്റ്. കൂടുതലായിട്ട് റിലീജിയസ് പർപ്പസ് അല്ലെങ്കിൽ ഈ ദഹിപ്പിക്കാൻ, അത് ബറിയൽ പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ക്രോംലെച്ച്. ക്രോംലെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സർക്കിൾ ഓഫ് അപ്രൈറ്റ് സ്റ്റോൺസ് സറൗണ്ടിങ് എ ബറിയൽ ചാമ്പർ ഓർ ടോംബ്. സർക്കിൾ, ഒരു അപ്രൈറ്റ് സ്റ്റോൺസ്, കുത്തനെ നിൽക്കുന്ന കല്ലിനെ സർക്കിൾ ചെയ്തിട്ടുള്ള, സറൗണ്ട് ചെയ്തിട്ടുള്ള സ്റ്റോൺസിന് അല്ലെങ്കിൽ ബറിയൽ ചാമ്പേഴ്സിനെ സറൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടോംബിനെ സറൗണ്ട് ചെയ്തിട്ട്, ഈ ഗ്രേവ് യാർഡിനൊക്കെ സറൗണ്ട് ചെയ്തിട്ട് പറഞ്ഞ പേരാണ് ക്രോംലെച്ച് എന്നുള്ളത്. സ്റ്റോൺ ഹെഞ്ചൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരും. വാട്ട് ഈസ് മീൻഡ് ബൈ ഹെയറോഗ്ലിഫിക്സ്. ഹെയറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദ പിക്ചോറിയൽ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ആൻഷ്യൻ ഈജിപ്ത്. ആൻഷ്യൻ ഈജിപ്തിൻ്റെ റൈറ്റിംഗ് സിസ്റ്റം, അത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെ പറഞ്ഞ പേരാണ് ഹെയറോഗ്ലിഫിക്സ് എന്ന്. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഈ റൈറ്റപ്സ് ഒക്കെ വരുന്നതിന് മുന്നേ വരുന്ന സംഭവമായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ കൊത്തിപ്പണിതിട്ട്, ഒരു കൊത്തുപണികളായിരുന്നു ഇവിടെ ലിപികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെ പറഞ്ഞ പേരാണ് ഹെയറോഗ്ലിഫിക്സ് എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പൈലൺ. പൈലൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണുമെൻ്റൽ ഗേറ്റ് വേ ഓഫ് ആൻ ഈജിപ്ഷ്യൻ ടെമ്പിൾ വിത്ത് സ്ലോപ്പിംഗ് വാൾസ്. ഈജിപ്ഷ്യൻ ടെമ്പിളിൻ്റെ മോണുമെൻ്റൽ ഗേറ്റ് വേ, അതായത് മെമ്മോറിയൽ ഒരു ഗേറ്റ് വേന്ന് പറയുന്നതാണ് പൈലൺ എന്നുള്ളത്. വിത്ത് സ്ലോപ്പിംഗ് വാൾസ്, ചെരിഞ്ഞൊരു ചുമരൊക്കെ ആയിട്ട്. നമുക്കിപ്പോൾ പടിപ്പുര, നമ്മുടെ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്ന സംഭവങ്ങളുണ്ട്, അതുപോലത്തെ ഒരു ഈജിപ്ഷ്യൻ ടെമ്പിളിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് പൈലൺ എന്നുള്ളത്. വാട്ട് ഈസ് ആൻ ഈജിപ്ഷ്യൻ സ്വിങ്സ്. ഈജിപ്ഷ്യൻ സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. എ മിത്തോളജിക്കൽ ക്രിയേച്ചർ വിത്ത് ദ ബോഡി ഓഫ് എ ലയൺ ആൻഡ് ഹെഡ് ഓഫ് എ ഹ്യൂമൻ. ഒരു ക്രിയേച്ചറാണ് നമ്മുടെ മൈൻഡിൽ, അല്ലെങ്കിൽ ഒരു മിത്തോളജി, ഒരു ക്രിയേച്ചറിനെ പറയുന്നതാണ്. അത് ബോഡി ഓഫ് എ ലയൺ, സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയും എന്നുള്ള ഒരു തന്നെയാണ് ബോഡി ഓഫ് എ ലയൺ ആൻഡ് ഹെഡ് ഓഫ് എ ഹ്യൂമൻ. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയും കൂടെ ഉള്ള ഒരു മിത്തോളജി, അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിത്താണത് എന്നാണ് പറയുന്നത്. നെയിം ദ ചീഫ് മെറ്റീരിയൽ ഓഫ് ഇൻഡസ് വാലി പീരിയഡ്. ഇൻഡസ് വാലി പീരിയഡിലുള്ള ചീഫ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതായത് മെയിൻ മെറ്റീരിയൽസ് വരെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ബേക്ക്ഡ് ബ്രിക്സ്. ബേക്ക്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള, അത് ചൂളൊക്കെ വെച്ചിട്ടുള്ള ബ്രിക്സിനെ പറഞ്ഞ പേരാണ് ബേക്ക്ഡ് ബ്രിക്സ് എന്നുള്ളത്. നെയിം ദ പാറ്റേൺ ഇൻ വിച്ച് ദ സ്ട്രീറ്റ്സ് ഇൻ ഇൻഡസ് വാലി വേർ ലൈഡ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അതിൻ്റെ പാറ്റേൺസ് ഫോളോ ചെയ്തിട്ടുള്ളത് ഏത് ലൈനിലാണെന്നാണ് ചോദിക്കുന്നത്. ഏത് പാറ്റേൺ ആണ്, സ്ട്രീറ്റ്സൊക്കെ ഏത് പാറ്റേണിലാണെന്ന്. അത് പറയുന്നത് ഗ്രിഡ് പാറ്റേൺ എന്നാണ്. അത് നമ്മൾ കറക്റ്റ് ഈക്വലായിട്ട് സിമെട്രിക്കൽ, അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് വരുന്നതിനെ പറഞ്ഞതാണ് ഗ്രിഡ് പാറ്റേൺ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനാണ് നെയിം ദ സിറ്റി ഓഫ് മോഹൻജദാരോ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഗീവ് ദ നെയിംസ് ഓഫ് ദ പാർട്സ്. 2 സിറ്റി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഹൻജദാരോ 2 സിറ്റിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് എന്തൊക്കെയാണെന്ന്. ഒന്ന് സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ, അല്ലെങ്കിൽ ലോവർ സിറ്റി. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ ടോളസ്റ്റ് സിറ്റിയാണ്, അല്ലെങ്കിൽ വലിയ സിറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോവർ സിറ്റികളിൽ ഇതൊക്കെ ഒരു ഹൈറാർക്കിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 വരുന്നത് ഒന്ന് സിറ്റാഡലും ഒന്ന് ലോവർ ടൗൺ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലോവർ സിറ്റി എന്നാണ്. പിന്നെ സ്കെച്ച് ദ വ്യൂ ഓഫ് എ ടിപ്പിക്കൽ റെക്ടാങ്കുലർ ഷേപ്ഡ് റെസിഡൻസ് ഓഫ് ആൻ ആൻഷ്യൻറ്റ് വില്ലേജ്. വേദിക് വില്ലേജ് സ്കെച്ച് ചെയ്യാനാണ്, അല്ലെങ്കിൽ നമുക്ക് വേദിക് വില്ലേജിൻ്റെ ഒരു റെക്ടാങ്കുലർ ഷേപ്ഡ് വേദിക് വില്ലേജിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ റെക്ടാങ്കുലർ പ്ലാൻ വിത്ത് സെൻട്രൽ കോർട്ട്യാർഡ്, താച്ച്ഡ് റൂഫ്, മഡ് ഓർ ബാംബു വാൾസ് ആൻഡ്
വരാന്ത ടൈപ്പ് ഓഫ് സ്പേസസ്, ഇതൊക്കെയാണ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റെക്ടാങ്കുലർ പ്ലാൻ റെക്ടാങ്കുലായിട്ട് വരുന്നുണ്ട്, കോർട്ട്യാർഡ്സ് ഉണ്ട്, അതിൻ്റെ റൂഫ് താച്ചഡ് റൂഫാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പാർട്ട് എയിൽ വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ചെറുതായിട്ട് ഡിഫൈൻ ചെയ്താൽ മതി, 1 മാർക്കിന് കൂടുതലായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പാർട്ട് ബിയിൽ വരുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് നമ്മൾ 3 പോയിൻറ്റ് 4 പോയിൻറ്റ് വെച്ച് എഴുതിയാലും മതിയാവും. ഓരോന്നിനും 3 അല്ലെങ്കിൽ 4 പോയിൻറ്റ് വെച്ച് എഴുതിയാൽ കറക്റ്റ് പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യനാണ്, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിങ് ദ നിയോളിത്തിക് പീരീഡ്. നിയോളിത്തിക് പീരീഡിലെ 3 ഫീച്ചേഴ്സ്, ആർക്കിടെക്ചറിലെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ഓഫ് മഡ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ഫോർ കൺസ്ട്രക്ഷൻ. എന്താണ് മഡ് ബ്രിക്ക്? അതായത് മണ്ണിൻ്റെ ബ്രിക്സ്, നമ്മൾ ബ്രിക്സൊക്കെ മണ്ണും കൊണ്ടാണല്ലോ, അപ്പോൾ മഡ് ബ്രിക്സ് അല്ലെങ്കിൽ സ്റ്റോണാണ് ഇവർ കൺസ്ട്രക്ഷന് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് വിത്ത് സർക്കുലർ ആൻഡ് റെക്ടാങ്കുലർ ഹട്ട്സ്. ഇവർക്ക് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ്, ഇവർ സ്ഥിരമായിട്ട് ഒരു സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് സർക്കുലർ ഹട്ട് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹട്ട് ഷേപ്പിലായിരുന്നു ഇവരെ സെറ്റിൽമെൻറ്റുകൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഹട്ട്സ് ഫോർ കുക്കിംഗ് ഇൻസൈഡ് ഹൗസ്. ആദ്യമൊന്നും ഇവർക്ക് കിച്ചണ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ. തീയും കൊണ്ട് ഭക്ഷണം ചുട്ട് കഴിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഏജ് ആയിരുന്നു ഫസ്റ്റ് ഇവർ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഇവർ ഹട്ട്സ് എന്ന് പറഞ്ഞ കിച്ചൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ടിൻ്റെ ഒരു കുക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ പേരാണ് ഹട്ട്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഇവർ കണ്ടെത്തുക അല്ലെങ്കിൽ ഇവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. പ്ലാസ്റ്റർഡ് ഫ്ലോർസ് ആൻഡ് വാൾസ്. ഫസ്റ്റൊക്കെ ഇവർ മണ്ണിൽ പാറയിലൊക്കെ ഗുഹകളിലൊക്കെ താമസം ഉണ്ടാക്കിയിരുന്നത്. അവിടുന്ന് അടുത്ത സെറ്റിൽമെൻറ്റൊക്കെ വരുമ്പോൾ ഇവർ ഓരോ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായപ്പോൾ ഇവർ ഓരോ രീതിയിലാണ് ഇവരെ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവർ മണ്ണിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്നൊക്കെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ പ്ലാസ്റ്റേർഡ് വാൾസ് ഫ്ലോർസൊക്കെ ഒന്ന് തേച്ചിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത്. എമർജൻസ് ഓഫ് ഏർലി കമ്മ്യൂണിറ്റി പ്ലാനിങ്. ഒരു കമ്മ്യൂണിറ്റി, അതായത് ഒരാൾ വന്ന് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർ പ്ലാൻ ചെയ്യാൻ, ഇപ്പോൾ നിയോളിത്തിക് പീരീഡിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ബേസ്ഡ് സെറ്റിൽമെൻറ്റ്സ്. എന്താണ് പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ഇവർക്ക് ക്രോപ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവരെ ഓക്കുപ്പേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ എവിടെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെയാണ് ഇവർ ചെയ്യാൻ തുടങ്ങിയതെന്ന്. അപ്പോൾ ഇതിന് ഏതെങ്കിലും 3 ഫീച്ചർ ഏതാണ് പറഞ്ഞത്? ഒന്ന് മഡ് ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ യൂസേജാണ് പറയുന്നത്. സർക്കുലർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹട്ട്സ് ഇവർ സെറ്റിൽമെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്ലാസ്റ്റേർഡ് ഫ്ലോർസ് വാൾസൊക്കെയാണ് ഇവരുടെ അടുത്ത ഒരു സെറ്റിൽമെൻ്റ് ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ ബേസ്ഡ് സെറ്റിൽമെൻറ്റ്സൊക്കെ ഇത് നടന്നു. ഇതിന് ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, കൈറൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, കമൻറ്റ് ഓൺ ഇറ്റ്. കൈറൻസ് എന്നുള്ളത് പ്രീ ഹിസ്റ്റോറിക് പീരിയഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതിനെക്കുറിച്ച് നമ്മുടെ കമൻറ്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്റ്റോൺ മൗണ്ട്സ് മേക്കിംഗ് ബറിയൽ സൈറ്റ്സ്. ബറിയൽ സൈറ്റ്സ് ആണെങ്കിൽ ദഹിപ്പിക്കുന്ന സ്ഥലം എന്നൊക്കെ ഉള്ളതാണ്, ഗ്രേവ് യാർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ സ്റ്റോൺ മൗണ്ട്സ് മേക്കിംഗ്, അവിടെ ഒരു അടയാളം പോലെ ഒരു സ്റ്റോൺ മൗണ്ട്സ് കല്ലുകൾ കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. പിന്നെ സിംബോളിക് ഓർ ആൻസ്ട്രക് വർഷിപ്പ്. ഈ സിംബോളിക് ഓർ ആൻസ്ട്രക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിംബോളിക് ഓർ ആൻസ്ട്രക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരുടെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാധനാലയം, പൂർവികരായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ഒരു ആരാധനാലയം എന്നുള്ളത്. ഏർലി എക്സ്പ്രഷൻ ഓഫ് റിലീജിയസ് ബിലീഫ്, നമ്മുടെ വിശ്വാസം എന്താണോ അതിനെ എക്സ്പ്രസ് ചെയ്യുക, അതിനെ ഫസ്റ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന്. ഇൻഡിക്കേറ്റഡ് സോഷ്യൽ ഹൈറാർക്കി, ഓരോ പീപ്പിൾസിനും ഓരോ ഹൈറാർക്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹൈറാർക്കി ബേസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ ഓരോ മെമ്മോറിയൽ അല്ലെങ്കിൽ ഓരോ മോണമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന്. സെർവ്ഡ് ആസ് മെമ്മോറിയൽ ഓർ ടെറിട്ടോറിയൽ മാർക്കേഴ്സ്, മെമ്മോറിയലായിട്ട് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കറായിട്ട് ഇവർ യൂസ് ചെയ്തിരുന്നു. ഷോ ഏർലി എൻജിനീയറിംഗ് ആൻഡ് പ്ലാനിങ് സ്കിൽസ്, അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ പ്ലാനിങ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് സ്കിൽസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സ്റ്റോൺ വെച്ചിട്ട് കൈറൻസിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോൺ വെച്ചിട്ട് ഓരോ അടയാളങ്ങൾ, ബറിയൽ സൈറ്റ്സിന് ഇതാണ് അടയാളങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻസ്ട്രൽ വേർഷിപ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിലീജിയസ് ബിലീഫ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്.
സോഷ്യൽ ഹൈറാർക്കീസ് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മെമ്മോറിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും 3 എഴുതുക എന്നുള്ളതാണ്. പിന്നെ എന്യൂമറേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പിറ്റ് ഹൗസ് ഓഫ് ദ മീസോലിത്തിക് പീരിയഡ്. മീസോലിത്തിക് പീരിയഡിലെ ഫീച്ചേഴ്സ്, പിറ്റ് ഹൗസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. സർക്കുലർ ഓർ ഓവൽ ഡഗ് ഔട്ട് പിറ്റ്സ് പാർഷ്യലി അണ്ടർഗ്രൗണ്ട്. എന്താണ് സർക്കുലറായിട്ട് അല്ലെങ്കിൽ ഓവലായിട്ടുള്ള പിറ്റ്സാണ് ഉണ്ടാക്കുന്നത്. അത് പാർഷ്യലി അണ്ടർഗ്രൗണ്ട്, നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്ന് കുറച്ച് താഴോട്ടായിട്ട് ചെറിയൊരു കുഴി മാതിരി എടുക്കുന്നതിനെ പറഞ്ഞതാണ് പിറ്റ് ഹൗസ് എന്നുള്ളത്. കവേർഡ് വിത്ത് ബ്രാഞ്ചസ്, റീഡ്സ് ആൻഡ് മഡ്. ബ്രാഞ്ചസ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. റീഡ്സ് എന്ന് പറഞ്ഞാൽ ചൂരൽ, ഈ ഇല്ലിക്കമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ കവർ ചെയ്യുന്നത്. പിന്നെ മണ്ണും ഉണ്ടാവും എന്നുള്ളതാണ്. യൂസ് ഓഫ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കോൾഡ്. ഇത് കൂടുതലായിട്ട് യൂസ് നമ്മൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കോൾഡ്, തണുപ്പെന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്നുള്ളത്. ഹെർട്സ് അറ്റ് സെൻറ്റർ, ഒരു കോമൺ സ്പേസ്, നമ്മൾ പറഞ്ഞു ഒരു കിച്ചൺ അല്ലെങ്കിൽ ഡൈനിങ് സ്പേസ്, ഒരു സൈഡ് സ്പേസ് സെൻട്രലായിട്ട് ഉണ്ടാവും. സ്മോൾ എൻട്രൻസ് പാസേജ്, ചെറിയ പാസേജ് എൻട്രൻസ് ആയിട്ടുണ്ട്. സ്റ്റോറേജ് പിറ്റ്സ് നിയർ ബൈ, ചെറിയ സ്റ്റോറേജ് ആയിട്ടുള്ള കുഞ്ഞു പിറ്റുകൾ അടുത്തുണ്ടാവുന്നു. അപ്പോൾ പിറ്റ് ഹൗസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. സർക്കുലറെങ്കിൽ ഓവൽ ഔട്ട് പിറ്റ്, പാർഷ്യലി അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പാർഷ്യലി അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുറച്ചായിട്ട് കുഴിയെടുത്തിട്ടുള്ള അതിന് സർക്കുലറെങ്കിൽ ഓവൽ ഷേപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റീഡ്സ്, ബ്രാഞ്ചസ് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽസ്, മഡൊക്കെ വെച്ചിട്ടാണ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ ഉള്ളത്. പിന്നെ കോൾഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെറിയ എൻട്രൻസ് ആണ് കടക്കാനുണ്ടാവുക. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ കുഞ്ഞ് എൻട്രൻസ് ഉണ്ടാവും. പിറ്റ്സ്, അതിന് കുഞ്ഞു സ്റ്റോറേജ് പിറ്റ്സ് ഒക്കെ അടുത്തുകളുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 3 പോയിൻ്റ് എഴുതാം. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദ ഗാലറി ഗ്രേവ് ആൻഡ് പാസേജ് ഗ്രേവ്. ഗാലറി ഗ്രേവും പാസേജ് ഗ്രേവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. സിംഗിൾ ലോങ് ബറിയൽ ചാമ്പർ വിത്തൗട്ട് ഡിസ്റ്റിങ്ക്റ്റ് പാസേജ്. ഒരു ഗാലറി ഗ്രേവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബറിയൽ ചാമ്പറായിട്ട് കൂടുതലായിട്ട് പാസേജ് ഒന്നും ഇല്ലാണ്ട് ഒരു സെമിത്തേരി മാതിരിയുള്ളത് ഒരൊറ്റൊരു ഇതിനെ പറഞ്ഞതാണ് ഗാലറി ഗ്രേവ്. ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ളത് ഒരു കുഞ്ഞു വഴികൾ, പാസേജുമാർ. ഗാലറി ഗ്രേവ് സിംപ്ലർ, അതായത് ഗാലറി ഗ്രേവ് തീരെ ചെറുതാവും, സിമ്പിളാണെന്ന്, ഒരുപാട് കണക്ഷൻസ് ഒന്നും വരുന്നില്ല. ഡിഫറെൻറ്റ് ഇൻ സ്പേഷ്യൽ ലേഔട്ട്, നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ കോളം അങ്ങനെ ഫോംസ് ചെയ്യാണ്ട് ഏതിനാണ് നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങൾ കിട്ടുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഈ മോസ്കിലുള്ള ഈ സെമിത്തേരീസൊക്കെ ഉണ്ടാവില്ല, പള്ളിയിലുള്ള ഖബർസ്ഥാനികളെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇനി പാസേജ് ഗ്രേവ് ആണെന്നുണ്ടെങ്കിൽ ലോങ് നാരോ പാസേജ് ലീഡിങ് ടു സെൻട്രൽ ബറിയൽ ചാമ്പേഴ്സ്. എന്താണ് സെൻട്രൽ ബറിയൽ ചാമ്പേഴ്സ്? നമ്മൾ ഒരു പാസേജ് എന്താണ് ഒരു ബറിയൽ ചാമ്പറിൻ്റെ നമ്മൾ ലീഡ് ചെയ്യുക എന്നുള്ളത്, ഒരു കുഞ്ഞ് ഇടനാഴിക പോലൊക്കെ പോയിട്ട് നമുക്ക് പോകാന്നുള്ളത്. പാസേജ് ഗ്രേവ് ഓഫൺ കവേർഡ് വിത്ത് മൗണ്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് കവേർഡ് ചെയ്തിട്ടുള്ളതാണ് പാസേജ് ഗ്രേവ്. ഗാലറി ഗ്രേവ് നല്ല ഓപ്പണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്, മീൻസ് ഗ്രേവ് യാർഡ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. പാസേജ് ഗ്രേവ് ഷോ ലേറ്റർ ഡെവലപ്മെൻറ്റ്, ഓരോന്നിനും ലേറ്ററായിട്ട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടാണ് പാസേജ് ഗ്രേവ് ഡെവലപ്മെൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ ക്ലിയർ സ്റ്റോറി. ക്ലിയർ സ്റ്റോറി വിൻഡോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ക്ലിയർ സ്റ്റോറി എന്നുള്ളത്? അപ്പർ പാർട്ട് ഓഫ് എ വാൾ വിത്ത് വിൻഡോസ് എബോ ഐ ലെവൽ ടു അഡ്മിറ്റ് ലൈറ്റ് ആൻഡ് എയർ. എന്താണ് വാളിൻ്റെ അപ്പർ പാർട്ടിൽ എന്താണ് എബോ നമ്മുടെ ഐ ലെവലിനേക്കാളും കൂടുതലായിട്ടുള്ള അപ്പർ പാർട്ടിൽ എയറും ലൈറ്റിൻ്റെ ഒക്കെ പാസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞ പേരാണ് ക്ലിയർ സ്റ്റോറി വിൻഡോസ് എന്നൊക്കെ ഉള്ളത്. നമ്മളൊക്കെ പൊതുവെ വീടുകളുടെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് ഈ ക്ലിയർ സ്റ്റോറി വിൻഡോസ് എന്നുള്ളത്. കോമൺ ഇൻ ഈജിപ്ഷ്യൻ ടെമ്പിൾ ആൻഡ് റോമൻ ബെസിലിക്കാസ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ടെമ്പിൾസിൽ പിന്നെ നമുക്ക് ചർച്ചിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ക്ലിയർ സ്റ്റോറീസ് കാണാൻ പറ്റുന്നു. ഹെൽപ്പ് ഇല്ലുമിനേറ്റ് സെൻട്രൽ ഹാളിനൊക്കെ നമ്മൾ ഇല്ലുമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിയർ സ്റ്റോറി വിൻഡോസ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ എന്യൂമറേറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് പ്രിമിറ്റീവ് ബിൽഡിംഗ് ഇൻ ഈജിപ്തിലുള്ള ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് പ്രിമിറ്റീവ് ബിൽഡിങ്സിൻ്റെ ഈജിപ്തിലുള്ള ഏതെങ്കിലും ഫീച്ചേഴ്സ് ഏതാണ്? ബിൽഡ് വിത്ത് മഡ്, ബ്രിക്സ് ആൻഡ് സ്റ്റോൺ. മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? മഡ്, ബ്രിക്സ് അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് റൂഫ് വിത്ത് പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഒക്കെ മേൽഭാഗം ഉണ്ടാവും അല്ലേ, ആ മേൽഭാഗത്ത് നമ്മളെ വീടിൻ്റെ ഒക്കെ നമ്മൾ
ഇത് നമ്മളെ വീടാണ്. ഇതിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ബാരിക്കേഡ് മാതിരി വരും. ഇതിനെ പറഞ്ഞതാണ് പാരപ്പറ്റ്. ഒരു 90 സെൻറ്റിമീറ്ററൊക്കെ ഒരു ഹൈറ്റിൽ വരുന്ന ഒരു ഇതിനെ പറയുന്നതാണ് പാരപ്പറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പാരപ്പറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടാണ്. വീടിൻ്റെ സെക്ഷനാണ് കേട്ടോ പറയുന്നത്. ഇവിടെ എൻട്രംസൊക്കെ ഉണ്ട്. ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ 4 സൈഡിൽ നമ്മൾ റൂഫിൻ്റെ മേലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു 90 സെൻറ്റിമീറ്ററൊക്കെ ആയിട്ട് നമ്മൾ ഹൈറ്റിൽ കൊടുക്കും. 40, 50, 60, 90 സെൻറ്റിമീറ്ററൊക്കെ ആയിട്ട് ഹൈറ്റ് കൊടുക്കും. പാരപ്പറ്റ് എന്നാണ് അതിന് പറയാം. പക്ഷേ നമ്മൾ താഴോട്ട് വീഴാണ്ട് നിൽക്കാൻ ഒരു ബാരിക്കേഡ് മാതിരി വരുന്നതിന് പറഞ്ഞ പേരാണ് പാരപ്പറ്റ് എന്നുള്ളത്. അപ്പോൾ പാരപ്പറ്റ് തന്നെ നമുക്ക് ഇതിനൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. മീൻസ് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെയുള്ളതാണ് ഫ്ലാറ്റ് റൂഫ് വിത്ത് പാരപ്പറ്റ്സ് ആയിട്ട് ഉള്ളതുണ്ടെന്ന്. മോണുമെൻ്റൽ സ്കെയിൽ ആൻഡ് സിമെട്രി, നമുക്ക് ഒരു മോണുമെൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ മെമ്മോറിയലാക്കിയിട്ട് നിൽക്കാൻ പറ്റും. സിമെട്രിക്കലായിട്ടുള്ള പോർഷൻസാണ് വരുന്നത്. പിന്നെ വരുന്നത് വാൾ സ്ലൈറ്റ്ലി ബാറ്റേൺഡ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് വാൾസാണ് വരുന്നത്. ഡെക്കറേറ്റീവ് കോളംസ് വിത്ത് ലോട്ടസ് പാപ്പിറസ് ക്യാപിറ്റൽസ്, അതായത് നമ്മൾ ടെമ്പിൾ ആർക്കിടെക്ചറിലൊക്കെ നമ്മൾ പഠിക്കുന്ന സംഭവമാണ് ലോട്ടസ് ടെമ്പിൾസ്. അതായത് നമ്മൾ ടെമ്പിളിൻ്റെ കോളംസിലൊക്കെ ഉണ്ടാവും ഒരു താമരയുടെ, അതിൽ ലോട്ടസിൻ്റെ ഒരു മൊട്ട് പോലൊക്കെ നിൽക്കുന്ന ഒരുപാട് ഡിസൈൻസൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഓരോ ഹിസ്റ്ററീസ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈനിലാണ് സ്ട്രോങ് ആക്സിൽ അലൈൻമെൻറ്റ്, അതിന് കറക്റ്റായിട്ടുള്ളൊരു ആക്സിൽ ഒരു അലൈൻമെൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈജിപ്ഷ്യൻ്റെ പ്രിമിറ്റീവ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ എന്താണ്, എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 3 പോയിൻ്റ് എഴുതാം കേട്ടോ. പിന്നെ അടുത്തത് ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ അറ്റ് ബെന്നി ഹസൻ എന്നുള്ള ആർക്കിടെക്റ്റിൻ്റെ ഏതെങ്കിലും 3 ഫീച്ചർ എഴുതാനാണ്. ആർക്കിടെക്ചർ അറ്റ് ബെന്നി ഹസൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. റോക്കറ്റ് ടോംസ് അലോങ് ക്ലിഫ് ഫേസസ്, എന്താണ് റോക്കറ്റ് ടോംസ് ആയിട്ടാണ് അല്ലെങ്കിൽ ക്ലിഫ് ഫേസസ്. എന്താണ് റോക്കറ്റ് ടോംസ്, ക്ലിഫ് ഫേസസ് അല്ലെങ്കിൽ റോക്കറ്റിൻ്റെ ഓരോ ടോംസൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കോളംസ് കാവ്ഡ് ഫ്രം ലിവിങ് റോക്ക്, നമ്മുടെ ഒരു റോക്കിൽ നിന്ന് കോളംസൊക്കെ കാവ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് 1 സ്റ്റോൺ ആണെങ്കിൽ 1 റോക്കിൽ നിന്നൊക്കെ ഒരു കോളം കാവ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഫസാദ്സ് ഇമിറ്റേറ്റിംഗ് വുഡൻ പ്രോട്ടോടൈപ്സ് എന്നാൽ നമ്മുടെ വുഡനിൽ എന്തൊക്കെയാണോ ടൈപ്സ് നമുക്ക് കാവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫസാദ്സ് എന്ന് പറഞ്ഞാൽ എലിവേഷൻ, അതിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ പറഞ്ഞ പേരാണ് ഫസാഡ് എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ഫ്രണ്ട് വ്യൂ എന്നുള്ളത് ഓരോ പ്രോട്ടോടൈപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ കാവിങ്സ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പോർട്ടിക്കോ വിത്ത് 2 or more കോളംസ്, പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോർച്ച് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു പോർച്ചിനൊരു എക്സ്റ്റൻഡ്, നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു എക്സ്റ്റൻഡ് പോർഷനെ പറഞ്ഞ പേരാണ് പോർട്ടിക്കോ എന്നുള്ളത്. എന്താണ് 2 or more കോളംസ് വെച്ചിട്ടാണ് പോർട്ടിക്കോസൊക്കെ നമുക്ക് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പോർഷൻസൊക്കെ കാർ പോർച്ച് മാതിരി അല്ലെങ്കിൽ പോർച്ചൊക്കെ ചെയ്തിട്ടുള്ളത്. യൂസ് ഓഫ് ലോട്ടസ് ആൻഡ് പാപ്പിറസ് മോട്ടീവ്സ്, ലോട്ടസ് അല്ലെങ്കിൽ പാപ്പിറസ് മോട്ടീവ്സ് പറഞ്ഞാൽ നമ്മൾ ടെമ്പിൾ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിൽ പറയേണ്ട ഓരോ ഹിസ്റ്ററീസ് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പം പ്രിമിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കോളംസ് എന്താണ് ലോട്ടസിൻ്റെ ഒരു മോട്ടീവ്സ് വെച്ചിട്ടല്ലേ അല്ലെങ്കിൽ പാപ്പിറസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം തിങ് തന്നെയാണ് നമ്മൾ ഇതിലും പറയുന്നത്. കോളംസൊക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ എന്താണ് ഒന്നുകിൽ ലോട്ടസ് സ്ട്രക്ചർ വെച്ചിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റഡ് വാൾ ഡെക്കറേഷൻ ഇൻസൈഡ്, പെയിൻറ്റഡ് വാൾസും വാൾസിന് എന്താണ് ഇൻറ്റീരിയറായിട്ട് നല്ല ഡെക്കറേഷൻസും പെയിൻറ്റഡ് വാൾസൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് ഡ്രോ ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രിക്സ് ഇൻ ഇൻഡസ് വാലി സ്ട്രക്ചർ. ഇൻഡസ് വാലി സ്ട്രക്ചറിലുള്ള പാറ്റേൺ അറേഞ്ച്മെൻറ്റ്, ബ്രിക്സിൻ്റെ പാറ്റേൺ അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സ്റ്റാൻഡർഡൈസ്ഡ് ബേക്ക്ഡ് ബ്രിക്സ് ഇൻ റേഷ്യോ 1:2:4. എന്താണ് ബ്രിക്സിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ആ ബ്രേക്ക് റേഷ്യോ ആണ് 1:2:4. ഇംഗ്ലീഷ് ബോണ്ട് ലൈക്ക് ആൾട്ടർനേറ്റീവ് ലെയേഴ്സ്, ഇംഗ്ലീഷ് ബോണ്ടാണ് ഇവർ യൂസ് ചെയ്തത്. നമ്മൾ ഒരുപാട് ബോൺസ് പഠിക്കുന്നില്ല, ഫ്ലെമിഷ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോൺസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവ് ലെയേഴ്സിൽ ഇംഗ്ലീഷ് ബോൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നു. യൂണിഫോം ജോയിൻസ് വിത്ത് ബിറ്റുമിൻ മോട്ടാർ, ജോയിൻസൊക്കെ എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ മോട്ടാർസ് വെച്ചിട്ടാണ് ജോയിൻസൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി ഫയറിങ് എൻഷുർഡ് സ്ട്രെങ്ത്ത്, എന്താണ് നല്ല
സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നല്ല ഫയർഡ് അല്ലെങ്കിൽ ബേൺഡ് ബ്രിക്സ് അല്ലെങ്കിൽ ബേക്ക്ഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രിക്സ് അറേഞ്ച്ഡ് ഇൻ ഗ്രിഡ് ലേഔട്ട്സ് നല്ല ഗ്രിഡുണ്ട്. അത് കറക്റ്റ് ഗ്രിഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരുപാട് പാറ്റേൺസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ പേരാണ് ഗ്രിഡ് ലേഔട്ട് എന്നുള്ളത് കേട്ടോ. കറക്റ്റ് ഒരു കോളം റോസൊക്കെ ഈക്വലായിട്ട് വരുന്നതിന്. കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡേർഡ് അക്രോസ് സൈറ്റ്സ്, എന്താണ് ഓരോ സൈറ്റ്സിലും കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡേർഡ്സൊക്കെ ഒരു ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ് വാലിയുള്ള ഒരു പാറ്റേൺ ബ്രിക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് പാറ്റേണിൽ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ബ്രിക്സിൻ്റെ റേഷ്യോ എന്നുള്ളത് 1:2:4 ആണെന്ന് പറയുന്നുണ്ട്. ആൾട്ടർനേറ്റ് ഇംഗ്ലീഷ് ബോൺസ് ആൻഡ് ആൾട്ടർനേറ്റ് ലെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബിറ്റുമിനാണ് മോട്ടോറായിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് അക്രോസ് സൈറ്റ്സ് ഒക്കെ ഓരോന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈറ്റ്സ് ഉണ്ട് ഓരോ ഇതിലുള്ളതെന്ന്. പിന്നെ സ്ട്രെങ്ത്ത് നല്ല ഹൈ സ്ട്രെങ്ത്ത് ഇവർ എൻഷുർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് വിത്ത് സ്കെച്ച് റൈറ്റ് എനി 2 ഫീച്ചർ ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ഏതെങ്കിലും സ്കെച്ച് അടക്കം 2 ഡ്രെയിനേജ് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രെയിൻസ് കണക്റ്റഡ് ആൾ ദ ഹൗസസ് ആൻഡ് വർ മെയ്ഡ് അപ്പ് ഓഫ് മോട്ടാർ. എന്താണ് എല്ലാ വീട്ടിലുള്ള ഡ്രെയിൻസും കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ എന്താണ് ഒരു മോട്ടാർ അല്ലെങ്കിൽ മോട്ടാറിൻ്റെ എന്താണ് ജിപ്സം ലൈം ഏതെങ്കിലുമൊക്കെ മോട്ടാർ വെച്ചിട്ട് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഡിച്ച് ഉണ്ടാവില്ല, ഒരു ഡ്രെയിനേജ് സിസ്റ്റം. അതായത് ഒരു അഴുക്ക് ചാലുമായിട്ടുള്ള ഇവരുടെ ഇതൊക്കെ വേസ്റ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഉപയോഗിക്കാനുള്ളത് പോലെ. ആൻഡ് കവേർഡ് വിത്ത് ലാർജ് ബ്രിക്ക് സ്ലാബ് ഫോർ ഈസി ക്ലീനിങ്. എന്താണ് ആ ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഫുള്ളി കവേർഡായിട്ട് എന്താണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സ്ലാബ്സ് വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് ആവശ്യത്തിന് മൂവ് ചെയ്തിട്ട് എടുക്കാം, അത് തിരിച്ച് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വെക്കുക എന്നുള്ളത്. ഇറ്റ് ഷോസ് ഹാരപ്പൻ പീപ്പിൾ പെയ്ഡ് ഗ്രേറ്റ് അറ്റൻഷൻ ടു ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ പീപ്പിൾസ് എന്താണ് ഒരുപാട് ഹെൽത്തിനെ കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പീപ്പിൾ ആയിരുന്നു. സാനിറ്റേഷൻ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഇമേജാണ് നമ്മളിവിടെ ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ ഒരുപാട് സിറ്റാഡലുണ്ട്, പബ്ലിക് ബിൽഡിംഗ്, മാർക്കറ്റ് ഏരിയാസ്, ഇതൊക്കെ ഓരോ സ്ട്രീറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒക്കെ സൈഡിലൂടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ ഡിച്ചുകളൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ മെയിൻ എൻട്രൻസ് ഉണ്ട്, ഇവിടെ ഒരു സിറ്റി ഉണ്ട്. പിന്നെ ഇതാണ് ഗ്രിഡ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഹൗസ്, ഇവിടെ കോമൺ പീപ്പിളിനുള്ള ഹൗസ് ഉണ്ട്. ഇവിടെ ഹൈറാർക്കിക്ക് അനുസരിച്ച് ഇവിടെ ഹൈ ക്ലാസ് പീപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഡോട്ടഡ് ലൈൻസ് കാണുന്നില്ലേ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഹൗസ് ഹോൾഡ് ഈ ഡ്രെയിനേജ് ഓരോന്നും കറക്റ്റായിട്ടാണ് ഇവർ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നും കറക്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഡ്രെയിനേജ് സിസ്റ്റം ഇവർ ഫോളോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് സ്കെച്ച് എ ടിപ്പിക്കൽ തോരണ ഓർ എൻട്രൻസ് ഓഫ് ആൻ ആൻഷ്യൻ വേദിക് വില്ലേജ്. ഒരു ആൻഷ്യൻ വേദിക് വില്ലേജിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ തോരണാസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തോരണ എന്ന് പറഞ്ഞാൽ വുഡൻ ഓർ ബാംബു ഗേറ്റ് സ്ട്രക്ചറാണ്. വുഡൻ അല്ലെങ്കിൽ ബാംബുവിൻ്റെ ഗേറ്റ് സ്ട്രക്ചറായിട്ട് പറഞ്ഞ പേരാണ് തോരണാസ് എന്നുള്ളത്. 2 വെർട്ടിക്കൽ പോസ്റ്റ് ആൻഡ് 3 ഹൊറിസോണ്ടൽ ലിൻഡൽസ്. അതായത് 2 വെർട്ടിക്കൽ പോസ്റ്റും 3 ഹൊറിസോണ്ടൽ ലിൻഡൽസിന് പറഞ്ഞ പേരാണ് തോരണാസ് എന്നുള്ളത്. കാവ്ഡ് വിത്ത് സിംബോളിക് മോട്ടീവ്സ്. ഓരോ മോട്ടീവ്സ് അല്ലെങ്കിൽ ഓരോ ഇത് വെച്ചിട്ട് കാവ് ചെയ്തിട്ടുള്ളതാണ്, കൊത്തുപണികളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. മാർക്സ് സാക്രഡ് ഓർ സെറിമോണിയൽ എൻട്രി. അതായത് നമ്മുടെ സാക്രഡ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക സാക്രഡ് പ്ലേസ് എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മുടെ ആത്മീയമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എൻട്രിയാണ്. ഇൻസ്പയർഡ് ലാറ്റർ ബുദ്ധിസ്റ്റ് ഗേറ്റ് വേയാണ്. പിന്നെ ഈ തോരണാസ് ഇൻസ്പയർഡ് ആയിട്ടാണ് ബുദ്ധിസ്റ്റ് ഗേറ്റ് വേ, ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ റൂറൽ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ വർക്കാണെന്നുള്ളതാണ്. അപ്പോൾ ഈ തോരണാസ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ കാണുന്നുണ്ടോ, ഒരു ചെറിയൊരു ഭാഗം കണ്ടില്ല, ഇതിനെ പറഞ്ഞതാണ് തോരണാസ് എന്നുള്ളത്. ഹൊറിസോണ്ടലായിട്ടുണ്ട്, വേർട്ടിക്കലായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് മെയിനായിട്ടൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊഴുത്തിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു പശു അല്ലെങ്കിൽ ഒരു ഇത് പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് ഇങ്ങനെ അടച്ചു വെക്കും. പണ്ട് കാലങ്ങളൊക്കെ ഇല്ലിക്കമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഗേറ്റ് വേസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രക്ചറിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. വുഡനാവും ഇല്ലെങ്കിൽ ബാംബുവിൻ്റെ ഗേറ്റ് സ്ട്രക്ചറാവും ഉണ്ടാവുക. പിന്നെ ഹൊറിസോണ്ടലായിട്ട് വേർട്ടിക്കലായിട്ടും പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ
പിന്നെ പറഞ്ഞത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിലൊക്കെ അവർ ഗേറ്റ് വേസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പാർട്ട് ബിയിൽ നോക്കുന്നത്. പാർട്ട് ബിയിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ഓരോ ഇതിനും നമുക്ക് നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് 3 അല്ലെങ്കിൽ 4 പോയിൻ്റ് കൊടുക്കുക, സ്കെച്ച് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പാർട്ട് സിക്ക് പോവാം. പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ കാറ്റൽഹുയൂക്ക് ഹൗസസ് ഓഫ് ന്യൂ സ്റ്റോൺ ഏജ്. ന്യൂ സ്റ്റോൺ ഏജിലെ ആർക്കിടെക്ചറൽ ഫീച്ചർ ഹൗസസ് ഓഫ് കാറ്റൽഹുയൂക്ക് എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. റെക്ടാങ്കുലർ മഡ് ബ്രിക്ക് ഹൗസ് ബിൽറ്റ് ക്ലോസ്ലി ടുഗെദർ. എന്താണ് റെക്ടാങ്കുലർ ഹൗസാണ്, മഡ് ബ്രിക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ കൂടെ അതിലും കൂടെ ഓരോന്നും ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടാണുള്ളത്. അതാണ് റെക്ടാങ്കുലർ മഡ് ബ്രിക്ക് ഹൗസ് ബിൽറ്റ് ക്ലോസ്ലി ടുഗെദർ. അതുകൊണ്ട് മഡ് ബ്രിക്ക് ഹൗസ് എല്ലാതും ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. നോ സ്ട്രീറ്റ്സ്, റൂഫ് യൂസ്ഡ് ആസ് പാസേജ് ആൻഡ് ആക്സസ്. എന്താണ് സ്ട്രീറ്റ്സ് ഒന്നുമില്ല, റൂഫ് എന്താണ് ഇവർക്ക് പാസേജ് ആയിട്ട് അല്ലെങ്കിൽ ആക്സസ് ആയിട്ട് ഇവർ ഒരു വഴിയായിട്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. എൻട്രി ത്രൂ റൂഫ് ഓപ്പണിംഗ് വിത്ത് ലാഡർ. എന്താണ് എൻട്രീസൊക്കെ എന്താണ് റൂഫിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു കോണി വഴി അല്ലെങ്കിൽ ഒരു സ്റ്റെയേഴ്സ് വഴിയാണ് എൻട്രീസ് കൊടുക്കുന്നത്. സെൻട്രൽ ലിവിങ് റൂം വിത്ത് ഹാർട്ട് ആൻഡ് പ്ലാസ്റ്റേർഡ് വാൾസ്. എന്താണ് സെൻട്രൽ റൂമിൽ വിത്ത് എന്താണ് ഒരു പ്ലാസ്റ്റേർഡ് വാൾസ് അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ടുള്ളതാണ് സെൻട്രൽ വാൾസ് എന്നുള്ളത്. സ്റ്റോറേജ് ബിൻസ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ഫോർ സ്ലീപ്പിംഗ്. സ്റ്റോറേജ് ബിൻസ് ഉണ്ട്, പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ കിടക്കാനൊക്കെ ഉള്ള പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ട്. നമ്മൾ ടോഡ ഹട്ട്സ് ഇതൊക്കെ കണ്ടു അല്ലേ, അങ്ങനത്തെ ഒരുപാട് ഹട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹട്ട്സിലൊക്കെ എന്താ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും, ഒരു സ്ലീപ്പിംഗ് സ്പേസ് അല്ലെങ്കിൽ ഇരിക്കാനൊരു പൊസിഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഈ ന്യൂ സ്റ്റോൺ ഏജിലാണെങ്കിലും സെയിം ആയിട്ട് അങ്ങനെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. എൻട്രി ത്രൂ സ്റ്റോറേജ് ബിൻസ് ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. വാൾ പെയിൻറ്റിങ്സ് ആൻഡ് റിലീഫ് ഓഫ് ആനിമൽസ്. നമ്മൾ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹൗസ് അറ്റ് കാറ്റലോഗിൽ വാൾ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ ഹണ്ടേഴ്സ് ആവും, കാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന ഒരാൾക്കാരും. അപ്പോൾ ഇവർക്ക് എന്താണ് അനിമൽ അറ്റാക്കിൽ നിന്ന് ഒരുപാട് റിലീഫായിട്ടുള്ള ഒരു ഇതാണ് ഹൗസസ് അറ്റ് കാറ്റൽഹുയൂക്ക് എന്നുള്ളത്. പിന്നെ ഡോസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ഡിഫെൻസീവ് ഇൻ ഫ്യൂച്ചർ. എന്താണ് ഡോസ് ഒന്നും ഗ്രൗണ്ട് ലെവലില്ല, നമ്മൾ പറഞ്ഞില്ല പാസേജ് ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ലാഡേഴ്സ് വെച്ചിട്ടാണ് അടുത്ത് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റൂഫൊക്കെ എന്താണ് പാസേജ് മാതിരി യൂസ് ചെയ്യാണ്. പിന്നെ ലാഡേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഹൗസസ് ബിൽഡ് അറൗണ്ട് ഷെയർഡ് കോർട്ട്യാർഡ്സ്. എന്താണ് ഹൗസസൊക്കെ ഷെയർഡ് കോർട്ട്യാർഡ്, ഒരുപാട് ഹൗസ് ഒരുമിച്ച് വരുമ്പോൾ. ഇപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഒരു ഹൗസ് ഉണ്ട്, ഇവിടെ ഒരു ഹൗസ്, ഇതൊരു ഹൗസ്, ഇവിടെ ഇതിന് സറൗണ്ടഡ് ആയിട്ട് ഒരുപാട് ഹൗസുകൾ വരും. ഇങ്ങനെയാണ് ഹൗസസ് അറ്റ് കാറ്റൽഹുയൂക്ക് എന്നുള്ളത്. ഇതിനൊക്കെ റൂഫ് ഒരുമിച്ച് വന്നിട്ട് ഇതൊക്കെ എന്താണ് പാസേജ് മാതിരി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓരോന്നും ഇവിടെ കോർട്ട്യാർഡായിട്ട് ആക്സസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിൻ്റെ മേലെ കൂടിയാണ് നമുക്ക് സ്റ്റെയർ വെച്ചിട്ട് ഓരോന്നിനും പാസേജ് കണക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. യൂസ് ഓഫ് ടിമ്പർ റെയിൻഫോഴ്സ്മെൻറ്റ്. ടിമ്പറാണ് അല്ലെങ്കിൽ മെയിനായിട്ട് റെയിൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ടിമ്പേഴ്സാണ്, മരങ്ങളാണ്. പ്ലാന്റ് ക്ലസ്റ്റർ ഇൻഡിക്കേറ്റിംഗ് സോയിൽ ഓർഗനൈസേഷൻ. ഇത് ക്ലസ്റ്റേർഡ്, അതായത് പ്ലാന്റ് ക്ലസ്റ്റർ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചതറിയിട്ടുള്ളതൊക്കെ ഓരോന്നും പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യാത്തതും അതിൻ്റെ ഓരോന്നിൻ്റെ സൈസും വേരിയേഷൻസ് വന്നിട്ടാണ്. സോഷ്യൽ ഓർഗനൈസേഷൻ, ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ ഹൗസ് അറ്റ് കാറ്റൽഹുയൂക്കിൻ്റെ ഫീച്ചർ പറഞ്ഞാൽ റെക്ടാങ്കുലർ മഡ് ബ്രിക്ക് ഹൗസ് ക്ലോസ്ലി ടുഗെദർ. അതായത് റെക്ടാങ്കുലർ ഹൗസ് ബ്രിക്കാണ്, എല്ലാം കൂടെ ഒരുമിച്ചായിട്ടാണുള്ളത്. സ്ട്രീറ്റ്സ് ഇല്ല. റൂഫ് എന്താണ് പാസേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വഴിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലാഡേഴ്സ് വെച്ചിട്ടാണ് ഓരോ ഓപ്പണിങ്സ് ആക്സസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ക്ലസ്റ്റർ ഓഫ് ഹൗസ് വന്നിട്ട് ഒരു കോർട്ട്യാർഡ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് ആനിമൽ അറ്റാക്കിൽ നിന്നൊക്കെ ഒരുപാട് റിലീഫ് കിട്ടുന്നത് ഒരു ഇതാണ്. വാൾ പെയിൻറ്റിങ്സ് ഇവർ ഇത് വാൾസിലൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ യൂസ് ഓഫ് ടിമ്പർ റെയിൻഫോഴ്സ്മെൻറ്റ്, അതായത് മരങ്ങളാണ് ഇവരുടെ റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ളത്. യൂസ് ചെയ്യുന്ന മരങ്ങളെയാണ്. പിന്നെ സോഷ്യൽ ഓർഗനൈസേഷൻസിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റി ബിലോങ് ചെയ്യുന്നൊരു വീട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റോൺഹെഞ്ച് കൺസ്ട്രക്ഷൻ. സ്റ്റോൺഹെഞ്ച് കൺസ്ട്രക്ഷൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റോൺഹെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ബറിയൽ അല്ലെങ്കിൽ ഒരു ഗ്രേവ് യാർഡിന്
നമ്മൾ ഒരു അടയാളം വെക്കുന്ന മാതിരി എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു ഗേവിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ അവിടെ ദഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള അടയാളം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സർക്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ലാർജ് സാസൻ സ്റ്റോൺസ് ആൻഡ് ബ്ലൂ സ്റ്റോൺസ്. എന്താണ് സർക്കുലർ റൗണ്ടായിട്ട് സാസൻ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലൂ സ്റ്റോൺസ് വെച്ചിട്ട് സർക്കുലർ അറേഞ്ച്മെൻറ്റിന് പറഞ്ഞ പേരാണ് സ്റ്റോൺ ഹെഞ്ച് എന്ന്. പോസ്റ്റ് ആൻഡ് ലിൻഡൽ കൺസ്ട്രക്ഷൻ ടെക്നിക്സ്. പോസ്റ്റ് അല്ലെങ്കിൽ ലിൻഡൽ വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ഉണ്ടെന്ന്. സെൻട്രൽ ആൾട്ടർ സ്റ്റോൺ, സെൻട്രലായിട്ട് ഒരു സ്റ്റോൺ ആയിട്ടുള്ള ഒരു മെയിൻ ഇതുണ്ട്. ഔട്ടർ സ്റ്റോൺ സർക്കിൾ ആൻഡ് ഇന്നർ ഹോഷു ലേ ഔട്ട്. ഔട്ടറിൽ എന്താണ് സ്റ്റോൺ സർക്കിളാണ്, ഉള്ളിൽ ഹോഷു ലേ ഔട്ട്. അതായത് കുതിരേൻ്റെ കാല് അല്ലെങ്കിൽ കുതിരയുടെ കുളമ്പിന് പറയുന്നതാണ് ഹോഷു. അങ്ങനത്തെ ആർച്ച് ഉണ്ട്, അങ്ങനത്തെ ആർക്കിടെക്ചർ സ്റ്റൈൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ലേ ഔട്ടാണ് ഫോളോ ചെയ്യുന്നത്. അസ്ട്രോണമിക്കൽ അലൈൻമെൻറ്റ് വിത്ത് സോൾസ്റ്റൈറ്റ്സ്. അസ്ട്രോണമിക്കൽ അലൈൻമെൻറ്റ്സ് നമ്മുടെ ആസ്ട്രോളജി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് 4 5 പോയിൻ്റ് എഴുതിയിട്ട് അതിന് നമുക്ക് സ്കെച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറഞ്ഞു സർക്കുലറായിട്ടാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമുക്ക് എലിവേഷനെ കാണുമ്പോൾ എന്താണ്, ഒരു സ്റ്റോൺ നിൽക്കുന്നുണ്ട്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറഗുലർ ഷേപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലിൻഡൽ ഇതിന് പോൾ എന്ന് പറയും, ഇത് ലിൻഡൽ. അങ്ങനെ ലിൻഡൽ പോൾ കൺസ്ട്രക്ഷനൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സർക്കുലർ ആണെങ്കിലും ഹോഷു കൺസ്ട്രക്ഷൻ, ഇതിങ്ങനെ ഓരോ ഷേപ്പിൽ വെച്ചിട്ടാണ് ഈ ഗ്രേവ് യാർഡ്സൊക്കെ ഇവർ ഡെനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് കേട്ടോ. പിന്നെ എർത്ത് വർക്ക് ഡിറ്റ് സറൗണ്ടിങ് സൈറ്റ്. എന്താണ് അതിൻ്റെ ചുറ്റിനുള്ള എർത്ത് വർക്ക്, അതായത് മണ്ണും ഇതൊക്കെ നീക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനും എർത്ത് വർക്ക്സൊക്കെ കുഴിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. സെർവ്ഡ് ആസ് സെറിമണിയൽ ഓർ ഒബ്സർവേറ്ററി സൈറ്റ്. എന്താണ് ഇതിന് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അനിമൽ അറ്റാക്ക്, അതായത് ഇവർ പിറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡെഡ് ബോഡീസൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നത് കൊണ്ട് അനിമൽ അറ്റാക്കിൽ നിന്ന് കൂടുതലായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു മെമ്മോറിയൽ മാതിരി ഇവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ട് എന്താണ് നിയോളിത്തിക് പീരിയഡിലാണ് ഇങ്ങനെ സ്റ്റോൺ ഹെഞ്ചസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സർക്കുലർ പാറ്റേൺ ആണെന്ന് പറഞ്ഞു. പോൾസ് ഉണ്ട്, ലെൻഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സെൻട്രലായിട്ടൊരു സ്പേസ് ഉണ്ട്. ഹോഷു സ്റ്റൈലാണ് ഇവർ ഇൻറ്റീരിയർ സ്പേസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിയോളിത്തിക് സ്റ്റൈലായിട്ട് ഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് സ്റ്റോൺ ഹെഞ്ചിൻ്റെ ഫീച്ചേഴ്സ്. അതും അതിൻ്റെ കൂടെ സ്കെച്ചും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 4 5 പോയിൻറ്റ്സ് എഴുതുക, ഒരു സ്കെച്ചും വരയ്ക്കുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ വിത്ത് എ സെക്ഷൻ ത്രൂ എ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ചിയോപ്സ്. റൈറ്റ് എനി 5 ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്. ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും 5 ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ചിയോപ്സ്, ഇത് ഗ്രേറ്റ് പിരമിഡിൻ്റെ ചിയോപ്സിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. സെക്ഷനും കൂടെ നമ്മൾ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനെന്നുള്ളതാണ്. അപ്പോൾ ട്രൂ പിരമിഡ് വിത്ത് സ്ക്വയർ ബേസ്. എന്താണ് ചിയോപ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മെയിൻ ഫീച്ചറാണ് ട്രൂ പിരമിഡ്. ട്രൂ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് സ്ക്വയർ ബേസിലുള്ള ഒരു പിരമിഡിനെ പറഞ്ഞതാണ് ട്രൂ പിരമിഡ് എന്ന്. അങ്ങനെ സ്ക്വയർ ബേസിലൊരു പിരമിഡാണുള്ളത്. ബിൽറ്റ് വിത്ത് ലൈം സ്റ്റോൺ ബ്ലോക്സ്. ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ലൈം സ്റ്റോൺ ബ്ലോക്സ് വെച്ചിട്ടാണ്. ഇൻറ്റർണൽ പാസ്വേ സിസ്റ്റം വിത്ത് കിങ്സ് ആൻഡ് ക്വീൻസ് ചാമ്പർ. ഇൻറ്റർണൽ പാസേജ് സിസ്റ്റം എന്താണ് കിങ്സ് അല്ലെങ്കിൽ ക്വീൻസ് ചാമ്പേഴ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ഇൻറ്റർണൽ പാസേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രാൻഡ് ഗാലറി കണക്റ്റിംഗ് ചാമ്പേഴ്സ്. എന്താണ് ഗ്രാൻഡ് ഗാലറീസ് ഉണ്ട്, കണക്റ്റിംഗ് ചാമ്പേഴ്സ് വെച്ചിട്ടുള്ളതുണ്ട്. എയർ ഷാഫ്റ്റ് ഉണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാ വെൻറ്റിലേഷന് വേണ്ടിയിട്ട്. പിന്നെ സെൻട്രൽ ബറിയൽ ചാമ്പർ ലൈൻഡ് വിത്ത് ഗ്രാനൈറ്റ് വെച്ചിട്ട് അതിൻ്റെ സെൻട്രൽ ബറിയൽ ചാമ്പേഴ്സൊക്കെ അലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സറൗണ്ടഡ് ബൈ സബ്സിഡറി പിരമിഡ്സ് ആൻഡ് കോസ്വേ. എന്താണ് സബ്സിഡറി ചെറിയ ചെറിയ പിരമിഡ്സൊക്കെ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ട്രൂ പിരമിഡ് അല്ലേ, അപ്പോൾ ട്രൂ പിരമിഡിന് അതിന് സപ്പോർട്ടായിട്ട് ഒരുപാടുണ്ട്. ക്വീൻസ് കിങ്ങിന് ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് സബ്സിഡറി പിരമിഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൂ പിരമിഡാണ്, സ്ക്വയർ ബേസ് ഉണ്ട്, ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്വീന് കിങ്സൊക്കെ ചാമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഗ്രാനറി, അതായത് ഗ്രാൻഡ് ഗാലറി കണക്റ്റിംഗ് ചാമ്പർ, അതായത് ഒരു ഗാലറി പോലെ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞ് ടോംസൊക്കെ നമ്മൾ ഗാലറീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്ഷനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമ്മൾ സെക്ഷനും വരയ്ക്കുക. ഇതിന് 5 പോയിൻ്റ് കൊണ്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ വിത്ത് സ്കെച്ചസ് എനി 5 ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ടിപ്പിക്കൽ മസ്തബ. മസ്തബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പിരമിഡാണ്, പറഞ്ഞ പേരാണ് മസ്തബ എന്ന്. മസ്തബ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആയിട്ടുള്ളൊരു പിരമിഡിൻ്റെ രീതിയിൽ വന്നിട്ടുള്ളതായിരുന്നു.
വരയ്ക്കാനും ഷേപ്സ് ഇതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. മസ്തബയ്ക്ക് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അറിയാം. ബെഞ്ച് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മഡിൻ്റെ കൺസ്ട്രക്ഷനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്തബിൻ്റെ ഈ സ്ട്രക്ചർ വരയ്ക്കുക, ഈ ഒരു ഇമേജ് വരയ്ക്കുക. ഈ ഒരു ഇമേജിൽ നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ ഓരോ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക എന്നുള്ളത്. പിന്നെ മസ്തബിൻ്റെ ഫീച്ചേഴ്സ്, ഇനി 5 ഫീച്ചേഴ്സ്, 5 ഫീച്ചേഴ്സ് എഴുതാറുള്ളത്. റെക്റ്റാങ്കുലർ സൂപ്പർ സ്ട്രക്ചർ വിത്ത് സ്ലോപ്പിംഗ് സ്ലൈഡ്സ്. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? എന്താണ്? റെക്റ്റാങ്കുലർ സ്ട്രക്ചറാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് റെക്റ്റാങ്കുലർ സ്ട്രക്ചറാണ്. ഇത് ചെറിയ ചെരിവുണ്ട് ഇതിന്. അപ്പോൾ എന്താണ്, സ്ലോപ്പിംഗ് സൈഡ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ചെറിയൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പിന്നെ അണ്ടർഗ്രൗണ്ട് ബരൽ ചാമ്പർ ആക്സസ്ഡ് ബൈ ഷാഫ്റ്റ്, ഒരു ഷാഫ്റ്റ് വഴിയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ബരൽ ചാമ്പേഴ്സും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫറിങ് ചാമ്പർ അറ്റ് ടോപ്പ്, ഒരു ടോപ്പിൽ അപ്പോൾ എന്താണ് അണ്ടർഗ്രൗണ്ട് ചാമ്പർ, ഏത് ഷാഫ്റ്റ് വഴി അണ്ടർഗ്രൗണ്ട് ചാമ്പർ ഉണ്ട്, ഇവിടെ ഓഫറിങ് ചാമ്പേഴ്സ് ഉണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലാറ്റ് റൂഫ് യൂസ്ഡ് ഫോർ റിച്വൽസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് റൂഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവർക്ക് ഇവരുടേതായ റിച്വൽസൊക്കെ നടത്തണമെങ്കിൽ ഫ്ലാറ്റ് റൂഫിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. പിന്നെ കൺസ്ട്രക്റ്റഡ് ഓഫ് മഡ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ, മഡ് ബ്രിക്കും സ്റ്റോണും വെച്ചിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽസാണ് പറയുന്നത്. മസ്തബ കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് മഡ് ബ്രിക്കും സ്റ്റോണാണ്. വാൾ ഡെക്കറേറ്റഡ് വിത്ത് റിലീഫ്സ്, വാൾസൊക്കെ എന്താണ് ഈസി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും റിലീഫായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈസി കൺസ്ട്രക്ഷനാണ് വാൾസൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഫാൾസ് ഡോർ സിംബലൈസിങ് സ്പിരിറ്റ് പാസേജ്, ഇതിനൊരു ഫാൾസ് ഡോർ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ പിരമിഡും തന്നെ ഒരു ചെറിയ ഡോർ ഉണ്ടാവും. അത് സ്പിരിറ്റ് പാസേജ് അല്ലെങ്കിൽ ഒരു പാസേജ് മാതിരി ഇവരെ ആക്സസ് ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നോർത്ത് അല്ലെങ്കിൽ സദേൺ സൈഡിലുള്ള ഓറിയൻറ്റേഷനാണ്. ഒരുപാട് പോയിൻറ്റ്സ് നമുക്കറിയാൻ പറ്റും. ഇതിന് ഏതെങ്കിലും 5 പോയിൻറ്റും ഈ ഒരു സ്കെച്ചും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ റെക്റ്റാങ്കുലർ എന്തൊക്കെയാണ് മസ്തബിൻ്റെ എന്ന് വെച്ചാൽ, റെക്റ്റാങ്കുലറാണ്, സ്ലോപ്പിംഗ് വാൾസ് ഉണ്ട്, റെക്റ്റാങ്കുലർ സ്ട്രക്ചറാണ്, മഡ് സ്റ്റോൺ കൺസ്ട്രക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫറിങ് ചാമ്പേഴ്സ് ഉണ്ട്, ടോപ്പിലും ഓഫറിങ് ചാമ്പർ ഉണ്ട്, ബോട്ടത്തിൽ ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെക്കറേറ്റഡ് വാൾസ് ഉണ്ട്, ഫാൾസ് ഡോർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് സ്കെച്ച് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ആൻഷ്യൻ ഈജിപ്ത്? ആൻഷ്യൻ ഈജിപ്തിൽ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആൻഷ്യൻ ഈജിപ്തിലെ പിരമിഡ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് മഡ് ബ്രിക്ക് ഓഫ് കോമൺ ബിൽഡിംഗ്. എന്താണ് കോമൺ ബിൽഡിങ്സിൽ എന്തൊക്കെയാണ് മഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഫോർ സ്റ്റാച്യൂസ് ആൻഡ് കോളംസ്, എന്താണ് ഗ്രാനൈറ്റാണ് സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കോളംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈം സ്റ്റോൺ ഫോർ ടെമ്പിൾസ് ആൻഡ് പിരമിഡ്സ്, ടെമ്പിളും പിരമിഡൊക്കെ ഉണ്ടാക്കാൻ എന്താണ് ലൈം സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അലബാസ്റ്റർ ഫോർ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ്, അലബാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് ഡെക്കറേറ്റീവ് എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാൻഡ്സ്റ്റോൺ ഫോർ സ്ട്രക്ചറൽ വാൾസ്, സാൻഡ്സ്റ്റോൺ ആണ് സ്ട്രക്ചറൽ വാൾസ്, അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ബിൽഡിങ്ങിൻ്റെ വാൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കോപ്പർ ആൻഡ് ബ്രോൺസ് ടൂൾസ്, കോപ്പർ ബ്രോൺസൊക്കെയാണ് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത്. പാം വുഡ് ഫോർ റൂഫിംഗ്, പാം അതായത് പന, നമ്മുടെ പനയുടെ വുഡ് അല്ലെങ്കിൽ അതിൻ്റെ തടിയൊക്കെയാണ് നമ്മൾ റൂഫിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബിറ്റുമിൻ ആൻഡ് മോട്ടാർ ഫോർ ജോയിൻസ്, ബിറ്റുമിൻസൊക്കെയാണ് നമ്മൾ മോട്ടാറായിട്ട്, നമ്മളിപ്പോൾ സിമെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം അന്ന് ബിറ്റുമിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാപ്പിറസ് ഫോർ ഡെക്കറേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, പാപ്പിറസ് കോളംസ് അല്ലെങ്കിൽ പേപ്പർ മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽസിലൊന്ന് മഡ് യൂസ് ചെയ്യുന്നുണ്ട്, മഡ് ബിൽഡിങ്ങിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈം സ്റ്റോൺ ടെമ്പിൾ അല്ലെങ്കിൽ പിരമിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാച്യൂസ് കോളംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽബസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഡെക്കറേറ്റീവ് എലമെൻ്റ് ആയിട്ട്. പിന്നെ കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസ് ഒക്കെ ടൂൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പാമിൻ്റെ വുഡ് അല്ലെങ്കിൽ പാം ലീഫ് റൂഫിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മോട്ടാറായിട്ട് യൂസ് ചെയ്യുന്നത് ബിറ്റുമിനാണ്. പിന്നെ പാപ്പിറസ് യൂസ് ചെയ്യുന്നുണ്ട് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡെക്കറേഷനൊക്കെ. ഇതിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഒരു 7 അല്ലെങ്കിൽ 6, 7 പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ പോയിൻറ്റ്സ് വെച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് പോകാം. അടുത്ത ക്വസ്റ്റ്യന്, എന്യൂമറേറ്റ് എനി 7 ഫീച്ചേഴ്സ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ ആൻഷ്യൻ ഈജിപ്ത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന്, എന്യൂമറേറ്റ് എനി 7 ഫീച്ചേഴ്സ്
ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ ആൻഷ്യൻറ്റ് ഈജിപ്ത്. ആൻഷ്യൻറ്റ് ഈജിപ്തിലെ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ ഏതെങ്കിലും 7 ഫീച്ചേഴ്സ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മോണമെൻ്റൽ പൈലൻസ് ആൻഡ് എൻട്രൻസസ്. പൈലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെയിൻ എൻട്രൻസിന് ഒരു സ്ലോപ്പിംഗ്, ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള സ്ലോപ്പിംഗ് വന്നിട്ടുള്ള ഇതിന് പറഞ്ഞ പേരാണ് പൈലൻ എന്നുള്ളത്. മെയിൻ എൻട്രൻസിനെ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ മോണമെൻ്റൽ പൈലൻസ് ഉണ്ട് എൻട്രൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആക്സിയൽ അലൈൻമെൻറ്റ് ലീഡിങ് ടു സാങ്ച്വറി മെയിൻ ഡയറ്റി വെക്കുന്ന അല്ലെങ്കിൽ മെയിൻ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ മെയിൻ ഡയറ്റി വെക്കുന്ന ഒരു സ്ഥലം, അതായത് ആ ഗോഡൻ ഒരു ഡെഡിക്കേറ്റഡ് പ്ലേസ് ഉണ്ടാവും അവിടെയാണ്. അപ്പോൾ എന്താണ് ഒരു അലൈൻമെൻറ്റ്, അത് കറക്റ്റ് ഒരു ആക്സിൽ ഒരു ചെറിയൊരു വഴി പോലെ ഒരു സാങ്ച്വറീസ് ഉണ്ടാവും എന്നുള്ള. ഹൈപ്പോസ്റ്റൈൽ ഹാൾ വിത്ത് മാസീവ് കോളം. ഹൈപ്പോസ്റ്റൈൽ ഹാള് ഇപ്പോൾ നമ്മൾ ടെമ്പിൾസിലൊക്കെ കാണാൻ ഒരുപാട് ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, ഹൈപ്പോസ്റ്റൈൽ ഹാള്, പിന്നെ 1000 പില്ലർ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു മാസീവ് കോളംസിൻ്റെ ഒരു ഹാള് ടെമ്പിളിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്ലിയർ സ്റ്റോറി ലൈറ്റിംഗ്. ക്ലിയർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നമ്മുടെ റൂഫിൻ്റെ മേലേക്കുള്ളൊരു വിൻഡോ പോലെ അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്ങിനെ പറഞ്ഞ പേരാണ്. നമ്മുടെ ഐ ലെവലിന് മേലേക്കുള്ളത് ലൈറ്റിന് എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലിയർ സ്റ്റോറി എന്നുള്ളത്, ഒരു വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ സ്റ്റോറി ലൈറ്റിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാക്രഡ് ലേക്ക് ആൻഡ് ഒബ്ലിസിക്സ് ഔട്ട്സൈഡ്. അതായത് സാക്രഡ് ലേക്ക് നമ്മുടെ സാക്രഡ് ആയിട്ടുള്ള ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി അവിടെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എൻക്ലോഷർ വാൾ അറൗണ്ട് ടെമ്പിൾ. വാളിനെ സറൗണ്ട് ചെയ്തിട്ട് ടെമ്പിളിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു വാള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈറോഗ്ലിഫിക് കാവിങ്സ് ആൻഡ് റിലീഫ്. ഹൈറോഗ്ലിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഓരോ കാവിങ്സ് അവരുടെ ലാംഗ്വേജിലുള്ള സ്കൾപ്ചർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊത്തുപണികൾ നിർമ്മിച്ചിട്ടുള്ളതിന് പറഞ്ഞ പേരാണ് ഹൈറോഗ്ലിഫിക് എന്നുള്ളത്. അത് ഇവിടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇവിടെ റൈറ്റപ്സിൻ്റെ എന്താണ് ഇവരുടെ ലിപികളൊക്കെ കാർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് കാവിങ്സ് ഉണ്ട്. സിമ്മട്രിക്കൽ ലേ ഔട്ടാണ് വരുന്നത്. പ്രോഗ്രസീവ് റിഡക്ഷൻ ഇൻ സ്പേസ് ആക്സസ്. എന്താണ് സ്പേസ് ആക്സസിൽ ഒരുപാട് പ്രോഗ്രസീവ് റിഡക്ഷൻസ് ഉണ്ട്. കൊളോസൽ സ്റ്റാച്യൂസ് ആൻഡ് സ്വിങ്സ് ഫ്ലാങ്കിങ് അവന്യൂസ്. അതായത് ഒരുപാട് സ്റ്റാച്യൂസും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ ആൻഷ്യൻ്റ് ഈജിപ്തിലെ ടെമ്പിൾ ആർക്കിടെക്ചറിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. പൈലൻസ് കൊടുക്കുന്നുണ്ട്, ആക്സിയൽ അലൈൻമെൻറ്റ് സാങ്ച്വറീസ് ഉണ്ട്, ഹൈപ്പോസ്റ്റൈൽ ഹാള് വിത്ത് മാസീവ് കോളംസ്, അതായത് ഒരുപാട് ഹാള് വിത്ത് ഒരുപാട് കോളംസ് ഉണ്ട്. പിന്നെ ക്ലിയർ സ്റ്റോറി ലൈറ്റിംഗ് ഉണ്ട്, സാക്രഡ് ലേക്സ് ഉണ്ട്, പിന്നെ വാള് എന്താണ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ടെമ്പിളിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈറോഗ്ലിഫിക്സ് ഉണ്ട്, അതായത് അവരുടേതായ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 7 ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ എനി 7 ഫീച്ചേഴ്സ് ഓഫ് ടൗൺ പ്ലാനിങ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ഏതെങ്കിലും 7 ഫീച്ചേഴ്സ് എഴുതാനാണ്. ടൗണിൻ്റെ പ്ലാനിങ്ങിൽ 7 ഫീച്ചേഴ്സ്. ഒന്ന് ഗ്രിഡ് അയോൺ സ്ട്രീറ്റ് ലേഔട്ട്. അതായത് ഗ്രിഡ് അയോൺ സ്ട്രീറ്റ് ലേഔട്ടാണ് ഉള്ളത്. ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണെന്ന് പറഞ്ഞു, ഒരു സ്ട്രീറ്റ്, ഇതൊരു സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേണിന് ഈക്വൽ നമ്മൾ ഒരു ഗ്രിഡായിട്ട് അല്ലെങ്കിൽ ഒരു അയൺ ലേഔട്ടായിട്ട് ഈക്വലായിട്ട് ഓരോ കാർഡിനൽ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളതിനെ പറഞ്ഞ പേരാണ് ഗ്രിഡ് അയൺ പാറ്റേൺ എന്നുള്ളത്. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ് ബേക്ക്ഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ്ഡ് കവേർഡ് ഡ്രെയിനിങ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കവേർഡ് ഡ്രെയിനിങ് സിസ്റ്റമാണ്. ഡിച്ചൊക്കെ മോട്ടറൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുണ്ട്. സെപ്പറേറ്റ് റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് സോൺസ്. റെസിഡൻഷ്യലും പബ്ലിക് സോൺസും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗ്രാനറി, അസംബ്ലി ഹാൾ ആൻഡ് പബ്ലിക് ബാത്ത്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാനറി ഉണ്ട്, അസംബ്ലി ഹാളും പബ്ലിക് ബാത്ത്സ് ഒക്കെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽ ഇൻ ഓൾമോസ്റ്റ് എവരി ഹൗസ്. ഇവർക്ക് മെയിനായിട്ടുള്ള സംഭവം വരുന്നു വാട്ടർ ഫെസിലിറ്റീസ് എന്നുള്ളത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നിയർലി 7,000 അല്ലെങ്കിൽ 700 വെൽസൊക്കെ ഇവർ പബ്ലിക് വെൽസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് ബാത്ത്സിൽ അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിൽ അല്ലെങ്കിൽ എല്ലാ വീടുകളിലും തന്നെ വെൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിഫോം പ്ലോട്ട് സൈസ് ആൻഡ് അലൈൻമെൻറ്റ്. ഇത് കറക്റ്റ് ഗ്രിഡ് അയൺ പാറ്റേൺ ആയതുകൊണ്ട് എന്താണ് യൂണിഫോം കറക്റ്റ് ഈക്വലായിട്ടുള്ള അലൈൻമെൻറ്റും അതിൻ്റെ പ്ലോട്ട് സൈസൊക്കെ ഈക്വലാണ്. അപ്പോൾ 7 ഫീച്ചറാണ് നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്ട്രീറ്റിൻ്റെ ഇൻഡസ് വാലിൻ്റെ സ്ട്രീറ്റിൽ ഒന്ന് ഗ്രിഡ് അയൺ സ്ട്രീറ്റ് ലേ ഔട്ടാണുള്ളത്. സ്റ്റാൻഡേർഡൈസ്ഡ് ബിൽഡിംഗ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കവേർഡ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. റെസിഡൻഷ്യലും പബ്ലിക്കിനും സെപ്പറേറ്റ്
സോൺസ് ഉണ്ട്. പിന്നെ ഗ്രാനറീസ്, അസംബ്ലി ഹാള്, പബ്ലിക് ബാത്ത്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇതിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ വെൽസ്, ഓരോ വീടിനും സെപ്പറേറ്റ് വെല്ലുകൾ, കിണറുകളുണ്ട്. ഓരോന്നും സ്റ്റാൻഡേർഡൈസ്ഡിലെ പ്ലോട്ടും അതിൻ്റെ സൈസുമാണ് ഈക്വലായിട്ടുള്ള എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് പ്രോപ്പർ വെൻറ്റിലേഷൻ ആൻഡ് സാനിറ്റേഷൻ. കറക്റ്റായിട്ടുള്ള ഓരോ വീടിനും ഈ അയൺ ഗ്രിഡ് പാറ്റേൺ ആയതുകൊണ്ട് ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് വെൻറ്റിലേഷനും സാനിറ്റേഷനും ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിഫെൻസീവ് വാൾ അറൗണ്ട് സിറ്റി. നമ്മുടെ എനിമി അറ്റാക്കിനൊക്കെ ഒരു അറ്റാക്ക് വരാണ്ട് നിൽക്കാനൊക്കെ ഒരു ഡിഫെൻസീവ് വാള് ആ സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലാൻഡ് സിവിക് ആൻഡ് ട്രേഡ് സ്പേസസിനും സിവിക്കിനൊക്കെ അല്ല, ഓരോ സ്പേസസിനും ഓരോ ഹൈറാർക്കീസ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനറി ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഗ്രാനറിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ. ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് വാലി ഗ്രാനറി ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടോ. അപ്പോൾ ലാർജ് റെക്ടാങ്കുലർ പ്ലാൻ ഓൺ റേസ്ഡ് പ്ലാറ്റ്ഫോം. എന്താണ് ലാർജ് റെക്ടാങ്കുലർ പ്ലാനാണ്, റേസ്ഡ് പ്ലാറ്റ്ഫോമിലുള്ള റെക്ടാങ്കുലർ പ്ലാനാണ് ഫസ്റ്റ് ഫീച്ചർ വരുന്നത്. പിന്നെ സീരീസ് ഓഫ് സ്റ്റോറേജ് ചാമ്പേഴ്സിൻ്റെ സീരീസുകൾ, അതായത് ഒരുപാട് സ്റ്റോറേജ് ചാമ്പേഴ്സിൻ്റെ സീരീസ് ഉണ്ട്. വെൻറ്റിലേഷൻ ഓപ്പണിംഗ് ഫോർ എയർ സർക്കുലേഷൻ. വെൻറ്റിലേഷൻ എന്തിനാണ്? എയർ സർക്കുലേഷന് വേണ്ടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ആക്സസ് റാംസ് ആൻഡ് ലോഡിംഗ് ബേസ്. എന്താണ് റാംസ്, ലോഡിംഗ് ബേസ് ഒക്കെ നമ്മൾ ആക്സസ് കൊടുക്കുന്നുണ്ട്. കൺസ്ട്രക്റ്റഡ് വിത്ത് ബേക്ക്ഡ് ബ്രിക്സും കൊണ്ടാണ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. വുഡൻ സൂപ്പർ സ്ട്രക്ചർ സപ്പോർട്ടഡ് ബൈ സ്റ്റോൺ ബേസ്. വുഡൻ്റെ സ്ട്രക്ചറാണ് സ്റ്റോൺ ബേസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ സ്ട്രക്ചറിൻ്റെ മേലക്കുള്ള സ്ട്രക്ചേഴ്സൊക്കെ എന്താണ് വുഡൻ കൊണ്ടാണ് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ കോറിഡോർ ഡൈവിങ് ചാമ്പേഴ്സ്. കോറിഡോറൊക്കെ എന്താണ് സെൻട്രൽ കോറിഡോർസ് ഡൈവിങ് ചാമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് കോറിഡോർ സെൻട്രലായിട്ടുള്ള ഒരുപാട് കോറിഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലോർ മെയ്ഡ് ഓഫ് ബേൺഡ് ബ്രിക്ക് ആൻഡ് മഡ് പ്ലാസ്റ്റർ. നിലം, അതായത് നമ്മുടെ ഇതിൻ്റെ ഫ്ലോർ ചെയ്യുന്നത് കത്തിച്ചിട്ടുള്ള നമ്മൾ ചൂളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബേൺഡ് ബ്രിക്സും കൊണ്ടും പിന്നെ അത് മണ്ണും കൊണ്ട് കവർ ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഫ്ലോറൊക്കെ ചെയ്യുന്നത്. യൂസ് ഫോർ സർപ്ലസ് ഗ്രെയിൻ സ്റ്റോറേജ്. എന്താണ് യൂസ്ഡ് ഫോർ സർപ്ലസ് ഗ്രെയിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈ ധാന്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇവർ കൃഷിയും ഇതൊക്കെയാണ്, അപ്പോൾ ധാന്യങ്ങളൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ ഈ കിട്ടുന്നതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാവും. അസോസിയേറ്റഡ് വിത്ത് സിവിക് പ്ലാനിങ്ങിൻ്റെ അസോസിയേറ്റഡ് കൊണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് റെക്ടാങ്കുലർ പ്ലാനാണ്, റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്, സ്റ്റോറിങ് ചാമ്പേഴ്സ് ഉണ്ട്, പിന്നെ വെൻറ്റിലേഷന് ഓപ്പണിങ്സിൻ്റെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ളത്. ബേക്ക്ഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോറിഡോർസ് ഉണ്ട്, സെൻട്രൽ പോർഷൻസ് ഉണ്ട്. ബേക്ക്ഡ് ബ്രിക്സ് കൊണ്ട് ഫ്ലോർ ചെയ്തിട്ട് മഡ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്. പിന്നെ സർപ്ലസ് ഗ്രെയിൻ സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്ന് നമുക്ക് 7 പോയിൻ്റ് എഴുതാന്നുള്ളത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിന്നൊരു 7 പോയിൻ്റ് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, എക്സ്പ്ലെയിൻ വിത്ത് സ്കെച്ചസ് the town planning features of Dandaka type of Vedic village. വേദിക് വില്ലേജിന് നമ്മൾ 7 ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് ദണ്ഡക്ക എന്നുള്ള. ഈ ദണ്ഡക്ക സ്റ്റൈലിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ടൗൺ പ്ലാനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എ റെക്ടാങ്കുലർ ഓർ സ്ക്വയർ. റെക്ടാങ്കുലർ എങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഫോം ചെയ്യുന്നത്. ഇറ്റ് സ്ട്രീറ്റ്സ് ആർ സ്ട്രെയിറ്റ് ആൻഡ് ക്രോസ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. സ്ട്രീറ്റ്സൊക്കെ എന്താണ് ക്രോസാണ്, ഓരോന്നും റൈറ്റ് ആംഗിൾസിൻ്റെ ഫോമാണ് ചെയ്യുന്നത്. അത് സ്ട്രീറ്റ്സ് ആറ് ഓരോന്നും ക്രോസ് ആയിട്ട് റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് സ്ട്രീറ്റ്സ് വാരി ഫ്രം 1 to 5 റണ്ണിങ് പാരലൽ ടു ഈച്ച് അതർ. 1 to 5 നമ്പർ ഓഫ് സ്ട്രീറ്റ്സ് എന്താണ് ഓരോന്നും വാരി ചെയ്യുന്നത് മാറുന്നുണ്ട്. 5 റണ്ണിങ് പാരലൽ ടു ഈച്ച് അതർ. എന്താണ് ഓരോന്നിനും 5 റണ്ണിങ് പാരലൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമേജാണ് നമ്മൾ കണ്ടത്. നമ്മൾ പറഞ്ഞല്ലേ റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടാണ് വരുന്നത് എന്ന് കണ്ടു. അതിൽ ഓരോന്നിനും ഓരോ സ്ട്രീറ്റ്സാണ്, ഓരോന്നും വാരി ചെയ്യുന്നുണ്ട്. 5 എണ്ണം വെച്ചിട്ട് വരുന്നതിന് ഓരോന്നും വാരി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഓരോ സ്ട്രീറ്റ്സ് നമ്മൾ വാരി ചെയ്യുന്നുണ്ട് പഠിച്ചു. അതാണ് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓരോന്നും റൈറ്റ് ആംഗിൾ 90 ഡിഗ്രീസ് ഈക്വലായിട്ട് ഒരു കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഒക്കെ കറക്റ്റായിട്ട് പ്ലാനിങ് ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു
ഗ്രിഡ് പാറ്റേൺ അല്ലെങ്കിൽ സിമെട്രിക്കൽ പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറാണ് ഈ പ്ലാനുള്ളത്. സ്ട്രെയിറ്റ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റ്സ് 1 to 5 നമ്പർ ഓഫ് സ്ട്രീറ്റ്സ് എന്നാണ് ഓരോന്നും വാരി ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ്സ് അറ്റ് എക്സ്ട്രീംസ് ഹാവ് സിംഗിൾ റോ ഓഫ് ഹൗസസ് ആൻഡ് സ്ട്രീറ്റ്സ് അറ്റ് സെൻറ്റർ ആർ ലൈൻഡ് വിത്ത് ഡബിൾ റോ ഓഫ് ഹൗസസ്. എന്താണ് എക്സ്ട്രീം അറ്റ് സ്ട്രീറ്റ്സ് അറ്റ് എക്സ്ട്രീം ഹാവ് സിംഗിൾ റോ ഓഫ് ഹൗസസ്. ഇതൊക്കെ എന്താണ് സിംഗിൾ റോ ഓഫ് ഹൗസസ് ആണ് വരുന്നത് എന്ന്. അടുത്തത് പറഞ്ഞത് സ്ട്രീറ്റ്സ് സെൻട്രൽ ലൈനിൽ എന്താണ് ഡബിൾ റോ ഓഫ് ഹൗസസ് എന്ന്. ഇതൊക്കെ എന്താണ് നമുക്ക് സിംഗിൾ ലൈനിലുള്ള സ്ട്രീറ്റ്സിന് ഇതൊക്കെ നമുക്ക് സിംഗിൾ ലൈനിലുള്ള സ്ട്രീറ്റ്സ് ആണെങ്കിൽ ഈ സ്ട്രീറ്റ്സൊക്കെ വരുന്നത് നമുക്ക് ഡബിൾ ലൈനിലുള്ള സ്ട്രീറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ടൗൺ ഓഫീസസ് ആൻഡ് പഞ്ചായത്ത്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ പോർഷൻ ഓഫ് ദ ടൗൺ. എന്താണ് ടൗൺ ഓഫീസ് പഞ്ചായത്തൊക്കെ തന്നെ ഈസ്റ്റേൺ പോർഷൻ, ഈ ഡന്തക്കൻ്റെ ഈസ്റ്റേൺ പോർഷനിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് ടൗൺ ഈസ് കൺസിഡേർഡ് ഓസ്പീഷ്യസ് ഫോർ ബ്രാഹ്മിൻസിന് വേണ്ടിയിട്ടാണ് ഈ ടൗൺസ് കണ്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് മെയിൻലി കണ്ടെയ്ൻ 3000 ബ്രാഹ്മിൻ ഫാമിലീസ് എന്ന് വെച്ചാൽ 300 ബ്രാഹ്മിൻ ഫാമിലീസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ധണ്ടക്ക സ്റ്റൈൽ എന്നുള്ളത് ബ്രാഹ്മിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒറ്റ റോ ഹൗസ്, സിംഗിൾ റോ ഹൗസ് ഉണ്ട്, ഡബിൾ റോ ഹൗസസ് ഉണ്ട്. പിന്നെ പഞ്ചായത്തൊക്കെ ഈസ്റ്റേൺ പോർഷനിലാണ് വരുന്നത്. റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്ലാനാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സ്കെച്ച് ചെയ്തിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് എഴുതാമെന്നുള്ളത്. അപ്പോൾ സ്കെച്ചിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതിനാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ വിത്ത് സ്കെച്ചസ് ദ ടൗൺ പ്ലാനിങ് ഫീച്ചർ ഓഫ് സ്വാസിക ടൈപ്പ് ഓഫ് വേദിക് ടൗൺ. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ വേദിക് വില്ലേജ് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ദന്തക്ക, സ്വാസിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ ദന്തക്ക എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്ക്വയറാണ്, റെക്ടാങ്കുലറാണ്, ഹൗസസ് ഉണ്ട്, സ്ട്രീറ്റ്സ് ഉണ്ട്, 1 ഡബിൾ സ്റ്റോറി ഹൗസസ് ഉണ്ട്, 1 സിംഗിൾ ഉണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തത് സ്വാസിക എന്നുള്ള ടൈപ്സിലുള്ളതാണ്. ബേസ്ഡാണ് മേസ്റ്റിക് ഫീച്ചർ സ്വാസിക ഫിഗർ. എന്താണ് സ്വാസിക എന്നുള്ളതാണ്. ദർ ആർ 2 സ്ട്രീറ്റ്സ് പാസിങ് ത്രൂ സെൻറ്റർ. എന്താണ് ഇതിൽ 2 സ്ട്രീറ്റ്സ് ഉണ്ട്, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന 2 സ്ട്രീറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഫിഗർ ഏതാണ് സ്വാസിക എന്നുള്ള ഫിഗറാണ്. ദർ ആർ 2 സ്ട്രീറ്റ്സ് പാസിങ് ത്രൂ സെൻറ്റർ. ഇതിൻ്റെ സെൻറ്ററിലൂടെ എന്താണ് 2 സ്ട്രീറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോസിങ് സ്ട്രീറ്റ്സ് ആൻഡ് പ്ലാൻഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്ട്രീറ്റ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. റാംപാർട്ട് ഡിഫൈൻ ദ വില്ലേജ് ആൻഡ് ഡിച്ചീസ് ടു എൻക്ലോസ് ദീസ് റാംപാർട്ട്. എന്താണ് റാംപാർട്ടൊക്കെ എന്താണ് വില്ലേജസ് ഫ്രണ്ടിലെ ഡിച്ചൊക്കെ എന്താണ് റാംപാർട്ടിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദർ ആർ 8 ഗേറ്റ്സ് എന്നുണ്ട്. 8 ഗേറ്റ്സ് എന്ന് പറഞ്ഞത് 1 2 3 4 5 6 അങ്ങനെ 8 ഗേറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 8 ഗേറ്റ്സ് ഉണ്ട്. കിങ് പ്ലേസ് ഷുഡ് ബി ഇറക്റ്റഡ് ഇൻ ദ 4 കാർഡിനൽ ഡയറക്ഷൻ. കിങ് പ്ലേസ് എന്താണ് ഈ 4 കാർഡിനൽ ഡയറക്ഷനിൽ എന്താണ് ഇത് കിങ് പ്ലേസ് കാർഡിനൽ ഡയറക്ഷന് ഇൻ ദ സെൽ ഓഫ് ആര്യമ്മ ആൻഡ് അതേഴ്സ്. എന്താണ് 4 കാർഡിനൽ ഡയറക്ഷനിലും കിങ്ങിൻ്റെ ഓരോ പ്ലേസ് പൊസിഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്വാസിക എന്നുള്ളതിനെ പറഞ്ഞത്. അപ്പം സ്വാസിക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് ഫസ്റ്റ് വരുന്നത്. 2 സ്ട്രീറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് 2 സ്ട്രീറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് വൈസിലാണ് ഡയറക്ഷൻസ് വരുന്നത്. റാംപാർട്ട് എന്ന വില്ലേജിൽ വരുന്നുണ്ട്. 8 ഗേറ്റ്സ് വരുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അതിനുള്ള അതും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ പ്ലാനിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ആര്യാമ്മ മനസ്സിലായി. ഇതിനകത്ത് ടെമ്പിൾ അറ്റ് ദ സെൻറ്റർ. എന്താണ് ഇതിൻ്റെ സെൻറ്ററിൽ എന്താണ് ടെമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ പ്ലോട്ട് ഓഫ് ദ വായു ആൻഡ് ജെയിൻസ് ടെമ്പിൾ ഇൻ ദ വെസ്റ്റ്. എന്താണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ എന്താണ് ആ കറക്റ്റ് ഇതിൽ ടെമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്ലോട്ടിലാണ്. വായു ആൻഡ് ദ ബുദ്ധിസ്റ്റ് ടെമ്പിൾ വായുവിലും ആൻഡ് ദ ജെയിൻസ് സൗത്ത് വെസ്റ്റ് ഇൻ ദ സെൽ ഓഫ് നിദ്രി. അപ്പോൾ വായുവിലാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ വെച്ചിട്ടുള്ളത്, നിദ്രയിലാണ്. നിദ്രി എന്ന് പറഞ്ഞ ഇതിൽ ആ ഡയറക്ഷനിലാണ്, അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ജെയിൻസ് ടെമ്പിൾ ഉള്ളത്. ടെമ്പിൾ ഓഫ് ദുർഗ ആൻഡ് ഗണേഷ് ഇൻ 4 ഡയറക്ഷൻ. ദുർഗ ആൻഡ് ഗണേഷിൻ്റെ മീൻസ് ഗോഡ് ദുർഗ ആൻഡ് ഗണേശ ടെമ്പിളൊക്കെ എന്താണ് 4 ഡയറക്ഷൻസിലും ടെമ്പിൾസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ ഔട്ടർ മോസ്റ്റ് റോഡ് ഈസ് ലൈൻഡ് വിത്ത് സിംഗിൾ റോ ഓഫ് ഹൗസസ്
വൈൽ അതർ സ്ട്രീറ്റ്സ് ഹാവ് ഡബിൾ റോ ഓഫ് ഹൗസസ്. ഔട്ടർ മോസ്റ്റ് എന്താണ് ഹൗസ് എന്താണ് സിംഗിൾ റോ ഹൗസ്, ഇതൊക്കെ എന്താണ് സിംഗിൾ റോ ഓഫ് ഹൗസസ് ആണ്. ബാക്കിയൊക്കെ ഡബിൾ റോ ഓഫ് ഹൗസസ് വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ സിംഗിൾ റോ ഓഫ് ഹൗസസിലാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ വരയ്ക്കുക, സ്വാസിക്കേണ്ട അതിൽ ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യനാണ്, 7 മാർക്ക് കിട്ടുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്കെച്ചസ് വേരിയസ് സ്റ്റേജ് ഡെവലപ്മെൻറ്റ് ഓഫ് വേദിക് ഹൗസ്. വേദിക് ഹൗസിൻ്റെ വേരിയസ് സ്റ്റേജ് ഡെവലപ്മെൻറ്റ്, ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് സ്കെച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, ഫസ്റ്റ് നമ്മൾ ഹൗസ് എങ്ങനെയായിരുന്നു വരുന്നത്. ആദ്യം ഇത് റൂഫ് ഒരു സൈഡിൽ മാത്രം ഇവിടെ റൂം വെച്ചിട്ട് ഇവിടെയൊക്കെ തോരണാസ് പ്രൊവൈഡ് ചെയ്ത് അനിമൽ അറ്റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുത്തതായിരുന്നു. ഒരു കുഞ്ഞ് എൻട്രൻസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട് റൂഫില്ലായിരുന്നു. അടുത്തിട്ട് നമ്മൾ 2 റൂംസ്, അതായത് ഫസ്റ്റ് സിംഗിൾ റോ ആണെങ്കിൽ പിന്നെ അടുത്ത ഡബിൾ റോസ് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൗസിങ് വന്നു, ഇവിടെ ഒരു ഹൗസിങ് വന്നു, അതായത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി, ഇവിടെ കമ്മ്യൂണിറ്റി വന്നു, ഒരു ചെറിയ കോർട്ട്യാർഡ് മാതിരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെയും അനിമൽ അറ്റാക്കിന് തോരണാസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് 4 സൈഡ് ഓഫ് ഹൗസിങ് വന്നിട്ട് ഒരു കോർട്ട്യാർഡ് ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇല്ലസ്ട്രേറ്റ്, അത് നമുക്ക് വരയ്ക്കാനുള്ളതാണ്, വരച്ചാൽ തന്നെ 7 മാർക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ വേറൊരു ഫോമാണിത് കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഹൗസിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് 1 റോ ഓഫ് ഹൗസ്, പിന്നെ 2 വന്നു, പിന്നെ 4 സൈഡും ഫോം ചെയ്തിട്ട് കോർട്ട്യാർഡ് ഇവിടെ ഉണ്ട്, 4 സൈഡും ഫോം ചെയ്തു, കോർട്ട്യാർഡ് ഫോം ചെയ്തു, ലാസ്റ്റ് നല്ല ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഹൗസ് മാതിരി ഫോം ചെയ്ത് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്കെച്ചസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫോളോയിങ് ടൈപ്സ് ഓഫ് വേദിക് ഹൗസ്. എന്താണ് സ്കെച്ച് ചെയ്തിട്ട് വേദിക് ഹൗസിൻ്റെ ഇത് ഫോളോയിങ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. സർക്കുലർ ഹട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചർ നമുക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈമറി ബിൽഡിംഗ് മെറ്റീരിയൽ, അത് സർക്കുലർ ഹട്ടല്ല, സർക്കുലർ ഷേപ്പിലുള്ള, അതായത് വട്ടത്തിൽ, അതായത് സർക്കിൾ ഷേപ്പിൽ വരുന്ന ഹട്ടിനെ പറയുന്ന പേരാണ് സർക്കുലർ ഹട്ട്. ഇതിൻ്റെ ഷേപ്പ് ടോട്ടൽ വരുന്നത് സർക്കിൾ ഷേപ്പിലാവുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ എർത്ത് ആൻഡ് ടിമ്പർ ദാറ്റ് സറൗണ്ടിങ് ഫോറസ്റ്റ്, അതായത് മണ്ണ്, അതായത് എർത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്, ആൻഡ് ടിമ്പർ മരത്തിൻ്റെ തടികളൊക്കെ വെച്ചിട്ടാണ് ഇവർ ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. പ്രൊവൈഡഡ് ആമ്പിൾ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ബാംബു ആൻഡ് മഡ്. എന്താണ് ഒരുപാട് കൂടുതലായിട്ട് കിട്ടുന്ന മെറ്റീരിയൽ എന്താണ്, മഡ് അല്ലെങ്കിൽ ബാംബു ഒക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള മെറ്റീരിയൽ. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് വെച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടിമ്പർ, എർത്ത്, മഡ്, ബാംബു, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നത്. പിന്നെ ദ ആര്യൻ ഹട്ട് ഈസ് ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ഷേപ്പ്. ആര്യൻ ഹട്ട് എന്താണ്, അതിൻ്റെ മോസ്റ്റ് ബേസിക് ഷേപ്പ് വാസ് സർക്കുലർ ഇൻ പ്ലാൻ വിത്ത് താച്ച്ഡ് റൂഫ് ഓവർ എ നെറ്റ്വർക്ക് ഓഫ് ബാംബു റിബ്സ്. എന്താണ് സർക്കുലർ പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത് വിത്ത് താച്ച്ഡ് റൂഫ്. സർക്കുലർ പ്ലാന് വിത്ത് താച്ച്ഡ് റൂഫ് എന്നാണ് പറഞ്ഞത് കേട്ടോ. സർക്കുലർ പ്ലാൻ വിത്ത് താച്ച്ഡ് റൂഫ് ഓവർ നെറ്റ്വർക്ക് ഓഫ് ബാംബു റിബ്സ്. എന്താണ് വട്ടത്തിലുള്ള സർക്കുലർ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്ലാന് വരുന്നത് സർക്കുലർ ഷേപ്പിലാണ്. അതിൻ്റെ റൂഫ് താച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ പുല്ല്, വൈക്കോല്, പനൻ്റെ പാം ലീവ്സൊക്കെ വെച്ചിട്ടുള്ള മേഞ്ഞിട്ടുള്ള റൂഫിനെ പറയാൻ താച്ച്ഡ് റൂഫ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മേഞ്ഞിട്ടുള്ള റൂഫാണ് ഉണ്ടായിരുന്നത്. ബാംബു റിബ്സ്, ബാംബുവിൻ്റെ ചീളുകൾ വെച്ചിട്ടായിരുന്നു അതിൻ്റെ റാഫ്റ്ററൊക്കെ ചെയ്തിട്ടുള്ളത്. ക്ലസ്റ്റർ ഓഫ് ദീസ് ഹൗസ് ഫോംഡ് എ കോർട്ട്യാർഡ്. അപ്പോൾ ഒരുപാട് ഹൗസ്, ഇവിടെ സർക്കുലർ ഹൗസ് വന്നു, ഇവിടെ വന്നു, അങ്ങനെ ഒരുപാട് ഹൗസസ് ഒരുമിച്ച് വന്നപ്പോൾ എന്താണ് ഇതൊരു കോർട്ട്യാർഡ് മാതിരി ഫോം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ വന്നു, അപ്പോൾ ഇതൊരു കോർട്ട്യാർഡ് മാതിരി ഫോം ചെയ്തു. ടു പ്രൊട്ടക്ട് ദംസെൽസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടി ഫ്രം ദ റിവെഞ്ച് ഓഫ് വൈൽഡ് അനിമൽ. എന്താണ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം വൈൽഡ് അനിമൽസ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു ഒരുപാട് ക്ലസ്റ്റർമാർ ഹൗസ് ഉണ്ടാക്കുന്നത്. ദേ ഹാവ് സപ്പോർട്ടഡ് ദെയർ കളക്ഷൻ ഓഫ് ഹട്ട്സ് വിത്ത് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫെൻസ് ഓർ പാലിസൈഡ്. എന്താണ് അപ്പോൾ ഇവർ അനിമൽസിനെ അറ്റാക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ സ്റ്റൈലിലുള്ള ഒരു വേലി കണ്ടെത്തുന്നു. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി അല്ലെങ്കിൽ പാലിസൈഡ്, അതായത് നമ്മൾ തോരണാസ് പോലെ, തോരണാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. എന്താണ് അങ്ങനെ ഷാഫ്റ്റ് വന്നിട്ട് 3 ഇത് വന്നിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് വന്നിട്ടുള്ളത് പറഞ്ഞ പേരാണ് തോരണ എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഫെൻസൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹട്ട്സ് വർ അറേഞ്ച്ഡ് ഇൻ 3 or 4 അറൗണ്ട് ദ സ്ക്വയർ കോർട്ട്യാർഡ്. അപ്പോൾ ഒരു സ്ക്വയർ കോർട്ട്യാർഡിന് ചുറ്റും 3 or 4 ഹട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് കോർട്ട്യാർഡ് മാതിരി ഫോം ചെയ്യും എന്നുള്ളതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് വേദിക് ഹട്ടിൻ്റെ ഫീച്ചേഴ്സ്. എന്ന് വെച്ചാൽ ഒന്ന് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എർത്ത്, ടിമ്പർ, മഡ്, പിന്നെ സ്റ്റോൺ അല്ല ബാമ്പു വെച്ചിട്ടാണ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. സർക്കുലർ പ്ലാനാണ്, താച്ച്ഡ് റൂഫാണ് യൂസ് ചെയ്യുന്നത്, ബാമ്പു റിബ്സാണ് അതിൻ്റെ റാഫ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ക്ലസ്റ്റേർഡ് ഒരുപാട് ഹൗസ് ഫോം ചെയ്തിട്ട് കോർട്ട്യാർഡ് ഫോം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് സ്ക്വയർ, അതിന് ചുറ്റിനും 4 ഹൗസ്, അപ്പം എന്താണ് ഇതൊരു കോർട്ട്യാർഡ് ആക്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ അനിമൽ അറ്റാക്സ് എന്നൊക്കെ ഇവർക്ക് മെയിനായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, സ്കെച്ചസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 1 മാർക്കിൻ്റെ ഡെഫിനിഷനൊക്കെ സിമ്പിളായിട്ട് എഴുതിയിട്ട് 3 മാർക്കിന് 3-4 പോയിൻറ്റ്സ് എഴുതുക. സ്കെച്ചസ് ചെയ്യാത്ത സ്കെച്ച് ചെയ്യുക, ആൻസർ ആയിരുന്നെങ്കിലും സ്കെച്ചിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരയ്ക്കുക. അതിന് വേണ്ട ആക്സസറീസൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ കരുതുക. പിന്നെ 7 മാർക്ക് ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.